യോഹന്നാൻ എഴുതിയ സുവിശേഷ എന്ന പുസ്തകത്തിന്റെ 15ാമത്തെ ക്ലാസ്സിലേക്കാണ് നമ്മളിന്ന് പ്രവേശിക്കുന്നത്. കഴിഞ്ഞ 14 ക്ലാസ്സുകളിലും ദൈവത്തിന്റെ കൃപ കൂടിയിരുന്നു. ഈ 15ാമത്തെ ക്ലാസ്സിലും ദൈവത്തിന്റെ തിരുസാന്നിധ്യം നിങ്ങളോട് കൂടിയിരിക്കുന്നതിനായി ദൈവത്തിനെ സ്തോത്രം ചെയ്യുന്നു. യേശു കർത്താവും ശമരിയ സ്ത്രീയും തമ്മിലുള്ള സംഭാഷണത്തിന്റെ ഉള്ളടക്കത്തെ കുറിച്ചാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നത്. അതിന്റെ 3-ാം അധ്യായത്തില് നിക്കോദോമസും ക്രിസ്തുവുമായുള്ള സംസാരത്തെ കുറിച്ചും 4-ാം അധ്യായത്തില് ശമരിയ സ്ത്രീയോടുള്ള ബന്ധത്തിൽ ഉള്ള സംസാരത്തെ കുറിച്ചാണ് ഇവിടെ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നത്. ഇതില് ആ സ്ത്രീ വാസ്തവത്തിൽ പ്രതിദാനം ചെയ്യുന്നത് ശമരിയ ജാതിയാണ് പ്രതിദാനം ചെയ്യുന്നത്. അപ്പോൾ ശമരിയക്കാരുമായിട്ട് യഹൂദന്മാർക്ക് സമ്പർക്കമില്ലെങ്കിലും അവര് അബ്രഹാമിനെ കുറിച്ചും ഇസ്ഹാക്കിനെ കുറിച്ചും യാക്കോബിനെ കുറിച്ചും ഒക്കെ അഭിമാനം കൊള്ളുന്നവരായിരുന്നു. അതുകൊണ്ടാണ് യാക്കോബ് കൊടുത്ത ജോസഫിന് കൊടുത്ത വാഗ്ദത്ത ആ ദേശത്തുള്ള കിണറിനെ കുറിച്ചൊക്കെയുള്ള വലിയ അഭിമാനത്തോടു കൂടി അവൾ യേശുവോട് സംസാരിക്കാൻ ഇടയാത്തത്. യേശുവിനോട് ചോദിക്കുന്നു, നീ നമ്മുടെ പിതാവായ യാക്കോബിനേക്കാൾ വലിയവനോ എന്നാണ് ചോദിച്ചത്. അപ്പോൾ ക്രിസ്തു യേശു ഈ ലോകത്തിൽ വന്നത് അത് ദൈവം മനുഷ്യന് വേണ്ടി കരുതി വെച്ചിരിക്കുന്ന കാര്യങ്ങളെ മാനവവംശത്തിന് അറിയിച്ചു തരുവാനും അതോടൊപ്പം അറിയിക്കുന്നത് അത് പ്രാവർത്തികമായി അനുഭവത്തിൽ കൊണ്ടുവരാൻ വേണ്ടിയുമാണ് യേശു ലോകത്തിലേക്ക് വന്നത്. അപ്പൊ കർത്താവ് ലോകത്തിൽ വന്നത് പിതാവാം ദൈവം മനുഷ്യവംശത്തിന് വേണ്ടി എഴുതി വെച്ചിരുന്നത് അത് പുതിയ നിയമത്തിൽ ജഡത്തിൽ വെളിപ്പെട്ട് നമുക്കത് അവൻ മനുഷ്യനോട് സ്പഷ്ടമായി സംസാരിക്കാൻ കഴിയാത്തത്. സംസാരിച്ചത് മാനവംശത്തെ ദൈവത്തെ അടുപ്പിക്കുന്നതിനെ കുറിച്ചും പരിശുദ്ധീകരിക്കുന്നതിനെ കുറിച്ചും അവരെ രക്ഷയുടെ പൂർത്തീകരണത്തിലേക്ക് നയിച്ച് സ്വർഗീയ സിംഹാസനത്തിൽ ഇരിക്കുന്നതിനെ കുറിച്ചുമുള്ള വലിയ കാര്യങ്ങളെയാണ് ദൈവം സംസാരിച്ചത്. ആ കാര്യങ്ങൾ അത് പ്രാവർത്തികമാകാൻ വേണ്ടി മനുഷ്യനെയും ദൈവത്തെ തമ്മിൽ അകറ്റിയിരുന്ന പാപം അകത്യം നീക്കുവാൻ വേണ്ടി കുഞ്ഞാട് പരമയാഗമായി തീർന്ന് അവന്റെ രക്തം അവന്റെ ജീവൻ നമ്മെ ദൈവത്തോട് അടുപ്പിച്ചു എന്നുള്ളതാണ് ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ 1-ാമത്തെ പ്രത്യക്ഷത സംഭവിപ്പാൻ ഇടയാക്കുന്നത്. അങ്ങനെ ഒഴിവാക്കപ്പെടുന്ന വിശുദ്ധ ജാതിയെ കുറിച്ച് പഴയ നിയമത്തിൽ യഹൂദന്മാർ ഇസ്രായേൽ ദൈവത്തിന്റെ വിശുദ്ധ സന്തതിയായി ദൈവരെ ഭൗതികമായിരിക്കുന്ന അർത്ഥതലത്തിൽ വിശുദ്ധീകരിച്ചു. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായത് പൂർത്തീകരണമാകാത്തതുകൊണ്ട് രക്ഷയുടെ പൂർത്തീകരണത്തിലേക്ക് എത്താൻ കഴിയാത്തത് കൊണ്ട് അത് നിഴലായി നിന്നപ്പോൾ പൊരുളായിരിക്കുന്ന യഥാർത്ഥമായ ആത്മീയ വിശുദ്ധീകരണത്തെക്കുറിച്ചും ആരാധനയെക്കുറിച്ചുമുള്ള കാര്യങ്ങളാണ് ഇവിടെ ദൈവം ഈ ശമരിയ സ്ത്രീയോട് സംസാരിച്ച് വെളിപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ അതിന്റെ പശ്ചാത്തലം നമ്മൾ ചിന്തിക്കുമ്പോൾ ഈ ജാതി എങ്ങനെ ഉണ്ടായി എന്നുള്ളത് ഇവിടെ കർത്താവ് വെളിപ്പെടുത്തുകയാണ്. ശമരിയ ജാതി എങ്ങനെയാണ് ഉണ്ടായത് അതിന്റെ ചരിത്രം ദൈവം വെളിപ്പെടുത്തുകയാണ്. എങ്കിൽ മാത്രമേ ഈ സ്ത്രീയോടുള്ള ബന്ധത്തിൽ സംസാരിക്കുന്നെങ്കിലും കർത്താവ് അതിനെ ഫോക്കസ് പ്രതിനിധീകരിച്ചിരിക്കുന്നത് ശമരിയ ജാതി എന്ന ആ പൊതുസമൂഹത്തെയാണ്. കനാൻ ദേശത്ത് വാഗ്ദത്തദേശത്ത് എങ്ങനെ ശമരിയ ജാതി ഉണ്ടായി, എങ്ങനെ അവർ ഉളവായി എന്നുള്ളതിനെ കുറിച്ച് കാണിച്ചിട്ട് അവരും അന്യപ്പെട്ടവരല്ല, അവരും ദൈവത്തിന് വേണ്ടവരാണ്. അങ്ങനെ ലോകത്തുള്ള സകല ജാതികളും ദൈവത്തിന് വേണ്ടി ഉള്ളതാണ്. അവൻ സകല മനുഷ്യർക്കും വേണ്ടി രക്ഷയ്ക്ക് വേണ്ടി വന്നു എന്നുള്ളത് വെളിപ്പെടുത്താൻ കൂടിയാണ് കർത്താവ് ശമരിയ ദേശത്തോട് കടന്നു പോയത്. കർത്താവ് സുവിശേഷത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ സുവിശേഷം പരിശുദ്ധാത്മാവിന്റെ ശക്തി പ്രാപിച്ചിട്ട് യെരൂശലേമിലും യഹൂദയിലും ശമരിയയിലും ലോകത്തിലെ അറ്റത്തോളവും നിങ്ങൾ എന്റെ സാക്ഷികൾ ആകണമെന്ന് പറഞ്ഞപ്പോൾ കർത്താവ് ആ കാഴ്ചപ്പാടിലാണ് ഈ ശമരിയ ജാതികളോട് ക്രിസ്തുവാണ് യഥാർത്ഥ മശീഹയാണ് അവനെന്ന് ഈ ശമരിയ സ്ത്രീക്ക് വെളിപ്പെടുത്തി കൊടുത്തു. ജാതിക്കത് ദൈവം വ്യക്തമായി വെളിപ്പെടുത്തി കൊടുക്കാൻ കഴിയാത്തത്. എന്നാൽ ഈ ജാതി എങ്ങനെ ഉളവായെന്നും അതിൽ നിന്ന് എങ്ങനെ സത്യാത്മാവിന്റെ ആരാധനക്കാരാക്കി മാറ്റാം എന്നുള്ളതാണ് കർത്താവിലൂടെ സംസാരിച്ചത്. അപ്പോൾ ആരാധനയെ കുറിച്ച് പറയുമ്പോൾ അന്ന് പ്രബലമായിരിക്കുന്ന
രണ്ട് ആരാധന, മറ്റുള്ള ആരാധനകളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഈ കനാൻ ദേശത്തോടുള്ള ബന്ധത്തിൽ അല്ലെങ്കിൽ ഇസ്രായേലുള്ള ബന്ധത്തിലുള്ള രണ്ട് ആരാധനകൾ അവിടെ നിലനിന്നിരുന്നു. ഒന്ന് ശമരിയ രീതിയിലുള്ള ശമരിയക്കാരുടെ ആരാധനയും, രണ്ട് യഹൂദന്മാരുടെ ആരാധനയുമാകും. അപ്പോൾ ഈ എങ്ങനെയാണ് നമുക്കറിയാം യഹൂദ ആരാധന ഉണ്ടായത്? ദൈവം മിസ്രൈമിൽ അടിമത്തമായിരുന്ന അബ്രാഹാമിന്റെ വാക്തസന്തതി വിടിവിച്ച് അവർക്ക് പെസഹയും മറ്റുള്ള ശുദ്ധീകരണ വീണ്ടെടുപ്പൊക്കെ കൊടുത്ത് അവരെ സമുദ്രത്തിലൂടെ കടത്തി സ്നാനത്തിന് മുൻകുറിയായി അതിനെ നടത്തി അവരെ മോശയോട് ചേർന്ന് പ്രമാണം കൊടുത്ത് സീനായി പർവ്വതത്തിൽ ദൈവം എന്ത് ചെയ്തു? 10 കൽപ്പനകൾ കൊടുത്ത് വാക്തത്വങ്ങൾ കൊടുത്ത് അവരെ അന്നത്തെ ആ കാലഘട്ടത്തിലെ സത്യ ആരാധനക്കാരായി അല്ലെങ്കിൽ ദൈവീയ പ്രമാണമുള്ള രാജ്യവും ആരാധനയുള്ളവരുമാക്കി മാറ്റി. അവർക്ക് അന്ന് കൊടുത്തിരുന്നത് യെരൂശലേം എന്ന ദൈവത്തിന്റെ ആലയമായിരുന്നു. അവർക്ക് കൊടുത്തിരുന്ന ദൈവത്തെ ഇറങ്ങി വന്നിരുന്ന ആലയം. അതിനെയാണ് ഇസ്രായേലിനുള്ള ബന്ധത്തിൽ നിൽക്കുമ്പോൾ ശമരിയക്കാരെ സംബന്ധിച്ച് അവർക്ക് പ്രാധാന്യത ഉണ്ടായിരുന്നത് ശമരിയ മലയിലുണ്ടായിരുന്ന ആരാധനയായിരുന്നു. അപ്പോ അതുകൊണ്ടാണ് ഇവിടെ ആ ശമരിയ മലയിലെ ആരാധന അല്ലെങ്കിൽ ശമരിയ ജാതി എങ്ങനെ ഉണ്ടായി എന്നുള്ളത് അതിനെ കുറിച്ചാണ് കർത്താവ് അവളോട് സംസാരിച്ചത്. അവള് പറയുകയാണ്, അവള് വാഞ്ച ആഗ്രഹമുള്ളതാണ്. ദൈവം ഇവളുടെ ഹൃദയത്തെ കണ്ടിട്ട്, ഒരുപക്ഷെ ദുർമര്യാദയുള്ള ഒരു സ്ത്രീയായിട്ടാണ് ഇവിടെ വെളിപ്പെടുത്ത നമ്മൾ കാണുന്നെങ്കിലും ഇവിടെ ഉള്ളിൽ യേശുവിനെ കുറിച്ചും പ്രവാചകന്മാരെ കുറിച്ചും ദൈവം പറഞ്ഞ കാര്യങ്ങളെ കുറിച്ചും ഒക്കെയുള്ള കാര്യങ്ങൾ അറിയാമായിരുന്നു. എന്നാൽ യഥാവിധം അതിനെ തിരിച്ചറിഞ്ഞ് വേണ്ട രീതിയിൽ മനസ്സിലാക്കിയെടുക്കുവാൻ അന്ന് അവിടെ വ്യാപരിച്ചിരുന്ന ശമരിയ ആ ഇരുളിന്റെ ശക്തി മുഖാന്തരമായി അവർക്കത് മനസ്സിലാക്കി കിട്ടിയിരുന്നില്ല. എന്നാൽ അവരുടെ ഉള്ളിൽ ആഗ്രഹമുണ്ടായിരുന്നു മശിഹ വരുമെന്നുള്ളത്. അപ്പോൾ അങ്ങനെ കാത്തിരുന്ന അല്ലെങ്കിൽ അതിനുവേണ്ടി വാഞ്ചയുണ്ടായിരുന്ന ഈ സ്ഥിതികൾക്കെല്ലാം മാറ്റം വരുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന ഒരു മാനസാന്തരത്തിന് അനുകൂലമായിരിക്കുന്ന ഒരു ഘടകം അവിടെ ഉള്ളിൽ കൊണ്ടുപോകൊണ്ടാണ് കർത്താവുകളെ യാക്കോബിന്റെ കിണറിൽ കൊണ്ടുവന്നത്. യാക്കോബിന്റെ കിണറിൽ വന്ന് വെള്ളം കോരുമ്പോൾ അവള് വളരെയധികം സന്തോഷിച്ചിട്ടുണ്ട്. യാക്കോബ് എത്രയോ ശക്തനായിരിക്കുന്ന ദൈവത്തിന്റെ വൃദ്ധനാണ്. അവൻ കൊടുത്ത ആ കിണറ്റിൽ നിന്ന് ഉറവയിൽ നിന്ന് കുടിക്കുന്നതന്നെ അഭിമാനമാണെന്ന് ഉള്ളിൽ ആഗ്രഹിച്ചിരുന്ന അവളെ യഥാർത്ഥമായ രക്ഷയുടെ ഉറവയിൽ നിന്ന് ദൈവത്തിന്റെ വെള്ളം അവൾക്ക് മനസ്സിലാക്കി കൊടുക്കുകയാണ് കർത്താവ് ചെയ്തത്. എന്നെ കേൾക്കുന്ന എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഏത് നിലപാടിലുള്ളവരാണെങ്കിലും നമ്മുടെ അകത്ത് ഒരു ആഗ്രഹമുണ്ടെങ്കിൽ, വാഞ്ചയുണ്ടെങ്കിൽ അത് ദൈവം ദൂരത്ത് നിന്ന് അറിയുവാൻ കഴിയാത്തത്. നമ്മുടെ ഹൃദയത്തിന്റെ വാഞ്ചയും ആഗ്രഹത്തെയുമാണ് ദൈവത്തിന്റെ ആകർഷണീയമായി കാണുന്നത്. അപ്പോൾ അവിടെ അനേക സ്ത്രീകൾ ഉണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ നന്നായ രീതിയിൽ ജീവിക്കുന്ന, അനുഗ്രഹിക്കപ്പെട്ട, സാമ്പത്തികമുള്ള, അനുഗ്രഹമുള്ള ഒരുപാട് പേർ കാണുമായിരിക്കും. എന്നാൽ അതിനെല്ലാം വ്യത്യസ്തമായി ഈ സമൂഹത്തിൽ വലിയ സ്ഥാനവും മാനവും ഒന്നും ഇല്ലാതിരുന്നവളായിരുന്നെങ്കിലും ദൈവം അവളുടെ ഹൃദയത്തെ കണ്ടതുകൊണ്ടാണ് അവളെ ഈ പ്രത്യേക സന്ദർഭത്തിൽ ദൈവത്തോട് സംസാരിപ്പാട്ടെ അവൾക്ക് ദൈവം വെളിപ്പെടുത്തി കൊടുത്തത് യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള യഥാർത്ഥമായ വെളിപ്പാട് അവൾക്ക് ദൈവമായിട്ട് വെളിപ്പെടുത്തി കൊടുക്കാൻ കഴിയാത്തത്. അപ്പം അതിനെ കുറിച്ച് പറയുമ്പോൾ ഈ ജാതി എങ്ങനെ ഉളവായി എന്നുള്ളതിനെ കുറിച്ച് കർത്താവ് ഇവിടെ വെളിപ്പെടുത്തുകയാണ്. സമയ ജാതിയെ വെളിപ്പെടുത്തുകയാണ് കർത്താവ് ഇവിടെ ചെയ്യുക. അപ്പോൾ അവൾ പറയുകയാണ്, യജമാനനെ, എനിക്ക് ദാഹിക്കാതെയും ഞാൻ കോരുവാൻ ഇവിടത്തോളം വരാതെയും ഇരിക്കേണ്ടതിന് ആ വെള്ളം എനിക്ക് തരണമെന്ന് പറയാണ്. നീ യജമാനൻ, ആദ്യം പറഞ്ഞു യഹൂദനാന്ന് പറഞ്ഞു, പിന്നീട് പറയുകയാണ് നീ അബ്രഹാമിനേക്കാൾ നീ യാക്കോബിനേക്കാൾ വലിയവനാണോ എന്നുള്ള സംശയത്തോടെ ചോദിക്കുന്നു. എന്നിട്ടോട് പറയാണ്, നീ ആരാണ്? നീ യജമാനനാണെന്ന് പറഞ്ഞു. അപ്പോൾ കർത്താവോട് പറഞ്ഞു, ശരിയാണ്, ആ വെള്ളം നിനക്ക് തരാം. പക്ഷേ അതിനു മുമ്പായി യേശു അവരോട് പോയി ഭർത്താവിനെ വിളിച്ചുകൊണ്ട് വരിക എന്ന് പറഞ്ഞു. യേശു പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യും, നീ പോയി നിന്റെ ഭർത്താവിനെ വിളിച്ചുകൊണ്ട് പറഞ്ഞു. അപ്പോൾ അവള് പറയാണ്, എനിക്ക് ഭർത്താവില്ല എന്ന് സ്ത്രീ എന്നോട് ഉത്തരം പറഞ്ഞില്ല. എനിക്ക് ഭർത്താവില്ല എന്ന് നീ പറഞ്ഞത് ശരി. 5 ഭർത്താക്കന്മാർ നിനക്കുണ്ടായിരുന്നു, ഇപ്പോൾ ഉള്ളവനോ ഭർത്താവല്ല. നീ പറഞ്ഞത് സത്യം തന്നെ എന്ന് യേശു പറഞ്ഞു. യഹൂദ പ്രമാണം അനുസരിച്ച് വിവാഹത്തിന് പ്രത്യേകതകളുണ്ട്. എന്നാൽ ശമരിയ ജാതിയുടെ പ്രത്യേകതയെ കുറിച്ച് പറയുമ്പോൾ അവർക്ക് അങ്ങനെയൊരു അച്ചടക്കമുള്ള ഒരു കുടുംബ വ്യവസ്ഥിതി ആയിരുന്നില്ല അവിടെ നിലനിന്നിരുന്നത്.
അപ്പൊ അതിന്റെ പിൻപിലെ ചരിത്രം നമുക്ക് കാണാൻ സാധിക്കുമ്പോൾ ഇവിടെ യേശു പറയുകയാണ്, നീ പോയി എന്റെ ഭർത്താവിനെ വിളിച്ചുകൊണ്ട് പോവാ. കർത്താവുടെ ഹൃദയം കണ്ടുകൊണ്ട്, ഇവിടെ വീടിനെ കണ്ടുകൊണ്ട്, ഇവിടെ വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്നെല്ലാം കണ്ടുകൊണ്ടാണ് കർത്താവോട് സംസാരിക്കുന്നത്. ഇപ്പോൾ വരുന്നതിന് മുമ്പ്, ഇപ്പോൾ ജനിക്കുന്നതിന് മുമ്പുള്ള ഹിസ്റ്ററി ദൈവത്തെ അറിയാം. കാരണം സർവത്തെയും അറിയുന്ന ദൈവം അവളോട് പറയുക, നീ പോയി നിന്റെ ഭർത്താവിനെ വിളിച്ചുകൊണ്ട് വരിക എന്ന് പറഞ്ഞപ്പോൾ സത്യം പറഞ്ഞു, എനിക്ക് ഭർത്താവില്ല എന്ന് സ്ത്രീകളോട് ഉത്തരം പറഞ്ഞു. അതിന് യേശു പറഞ്ഞു, എനിക്ക് ഭർത്താവില്ല എന്ന് നീ പറഞ്ഞത് ശരിയാണ്, സത്യമാണ്. പക്ഷേ 5 ഭർത്താക്കന്മാർ നിനക്കുണ്ടായിരുന്നു. അവിടെ ഭൂതകാലത്തെ കുറിച്ച് നോക്കിയിട്ട് ദൈവം പറഞ്ഞു, നിനക്ക് 5 ഭർത്താക്കന്മാർ ഉണ്ടായിരുന്നു. വർത്തമാനകാലത്ത് നിനക്ക് ഭർത്താവില്ല. പക്ഷേ നീ പറഞ്ഞത് നിനക്കിപ്പോൾ അത് ഇല്ല എന്ന് പറഞ്ഞത് ശരിയാണ്. പക്ഷെ ഇപ്പോൾ ഉള്ളവനോ ഭർത്താവല്ല. ഇപ്പോൾ ഉള്ളത് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇവൾക്ക് സമ്മർദ്ദമായിരിക്കുന്ന ചിന്താഗതിയാണ്. ഇപ്പോൾ ഉണ്ടോന്ന് ചോദിച്ചാൽ ഉണ്ട്, പക്ഷേ അത് ഭർത്താവായിട്ട് കണക്കാക്കാൻ പറ്റത്തില്ല. പറഞ്ഞ നിനക്ക് 5 ഭർത്താക്കന്മാർ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഉള്ളവനോ ഭർത്താവല്ല, നീ പറഞ്ഞത് സത്യം തന്നെ എന്ന് യേശു പറഞ്ഞു. ഇപ്പോഴുള്ള ദൈവസന്നിധിയിൽ സത്യം സംസാരിച്ചു. ഇതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞല്ലോ, ഈ അന്തർഭാഗത്തിലെ സത്യം ആണ് ദൈവം അന്വേഷിക്കുന്നത്. അന്തരംഗത്തിൽ അങ്ങനെ സത്യമുള്ളവരെ ദൈവം അന്തരംഗത്ത് ജ്ഞാനം കൊടുക്കും. അതുകൊണ്ടാണ് 51 സങ്കീർത്തനം ദാവീദ് രചിച്ചപ്പോ അവിടെ പ്രത്യേകമായി രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു വചനം കൂടി നമുക്ക് ചിന്തിക്കുമ്പോൾ ആരാധനയോടുള്ള ബന്ധത്തിലുള്ള വിഷയങ്ങളായതുകൊണ്ട് അത് നമ്മൾ ഗ്രഹിച്ചെടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ 51 സങ്കീർത്തനം 6 വാക്യത്തിൽ അന്തർഭാഗത്തിലെ സത്യമല്ലോ നിശ്ചയിക്കുന്നത്, അന്തരംഗത്തിൽ എന്നെ ജ്ഞാനം ഗ്രഹിപ്പിക്കണമേ. ദൈവം നോക്കുന്നത് ആരെങ്കിലും സത്യാന്വേഷികളാണെങ്കിൽ, ഉള്ളിന്റെ ഉള്ളിൽ സത്യത്തിന്റെ വാഞ്ച ഉണ്ടെങ്കിൽ നിശ്ചയമായിട്ടും അവരെ അന്തരംഗത്തിൽ ദൈവം ജ്ഞാനം ഗ്രഹിപ്പിക്കും. ഈ ഇസ്രായേലിന്റെ മധുരഗായകനായിരിക്കുന്ന ദാവീദ് ശരിയാണ്, അവന് ഏത് രീതിയിലുള്ള യാഗം നടത്താം. എത്ര ആടുകളെ വേണമെങ്കിലും, എത്ര കാളകളെ വേണമെങ്കിലും അവന് യാഗം കഴിപ്പിക്കാം. അവൻ രാജാവാണ്, അവനുള്ള എല്ലാ സൗകര്യങ്ങളും അവനുണ്ട്, അവനുള്ള ആസ്തി എല്ലാം അവനുണ്ട്. പക്ഷേ അവൻ പാപം ചെയ്തിട്ട് എത്ര യാഗം കഴിച്ചാലും ദൈവത്തിന് പ്രസാദമില്ല. അതുകൊണ്ടാണ് പറഞ്ഞത് ഹനനയാഗങ്ങളിൽ നിനക്ക് പ്രസാദമില്ല. ഞാൻ അത് മുഴുവെടുത്ത് പോകുന്നില്ല. അപ്പോൾ ഈ മധുരഗായകനായ ഇസ്രായേലിന്റെ ഏറ്റവും ശ്രേഷ്ഠനായിരിക്കുന്ന മധുരഗായകനായിരിക്കുന്ന ദാവീദ് ജീവിതം തെറ്റ് ചെയ്തപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് അങ്ങോട്ട് ഇടപെട്ടു, ദാവീദേ ഈ യാഗവും കാര്യങ്ങളൊക്കെ വേറൊരു സൈഡിലാണ്, അതൊക്കെ രണ്ടാമത്തെ കാര്യമാണ്. പക്ഷേ അന്തർഭാഗത്തിൽ സത്യമുണ്ടെങ്കിലേ ജ്ഞാനമാകുന്ന ദൈവഭക്തി ഹൃദയത്തിലുണ്ടാകും. നമ്മൾ പുറമെയൊക്കെ ഏതെല്ലാം വിധത്തിൽ നാം കാര്യങ്ങൾ വെളിപ്പെടുത്തിയാലും അല്ലെങ്കിൽ അഭിനയിച്ചാലും ദൈവം നമ്മുടെ ഉള്ളിനെയാണ് നോക്കുന്നത്. ഒരുപക്ഷെ മനുഷ്യർക്ക് അങ്ങനെയുള്ളവരെ പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയത്തില്ല. എന്നാൽ വളച്ചുകെട്ടില്ലാത്ത നീതിയുള്ള അന്തരംഗത്തിൽ സത്യമുള്ളവര് അവരുടെ ഉള്ളിൽ ദൈവഭയമുണ്ട്, ദൈവത്തിന്റെ ഭയമുണ്ട്. എന്നാൽ അത് നഷ്ടപ്പെട്ട് കഴിയുമ്പോഴാണ് ഈ സത്യം നഷ്ടപ്പെടുകയും പിന്നീട് വേണമെങ്കിൽ പഴയ രീതിയിലൊക്കെ ഉള്ള രീതിയിൽ പോകാം. പക്ഷെ അങ്ങനത്തെ അവസ്ഥയല്ല ദൈവം ആഗ്രഹിച്ചത്. ദാവീദിനെ ദൈവം പഠിപ്പിച്ചു കൊടുത്തു. ദാവീദിന് കാര്യം മനസ്സിലായി. ദാവീദ് പറയുക, അന്തരംഗത്തിലെ സത്യമാണ് നീച്ചിക്കുന്നത്, അന്തരംഗത്തിൽ തന്നെ ജ്ഞാനം ഗ്രഹിപ്പിക്കണം. ആ ഒരു സത്യത്തിന്റെ ആഗ്രഹം ദൂരെ അവനുണ്ടായപ്പോൾ, മാനസാന്തരത്തിന് അനുഭൂതി വന്നപ്പോൾ, ചെയ്ത് തെറ്റാണെന്ന് മനസ്സിലാക്കിയപ്പോൾ, അവൻ രാജാവായിരുന്നിട്ട് അവൻ കോപിച്ച് അത് പറയാൻ വന്ന നാഥാൻ പ്രവാചകനെ അല്ലെങ്കിൽ അറിയിച്ച പ്രവാചകനെ കൊന്നുകളയാനുള്ള തീരുമാനം എടുത്തത്. അവൻ മനസ്സിലായി, ഞാൻ എത്ര മറച്ചു വെച്ചാലും മറയപ്പെടാത്ത കണ്ണുകളുണ്ട് എന്നുള്ളത്. അപ്പോൾ അന്തരംഗത്തിലേക്ക് ഇറങ്ങിച്ചെന്ന സത്യത്തെ മനസ്സിലാക്കിയെടുക്കുന്ന ദൈവമായിട്ടുള്ള ബന്ധമുള്ളത് കൊണ്ട്, ദൈവമേ ആ ജ്ഞാനം എന്നെ ഗ്രഹിപ്പിക്കണമേ എന്നാണ് ദാവീദ് അവിടെ ദൈവത്തോട് പ്രാർത്ഥിച്ചത്, പാടിയത്. ഇവിടെ ഉള്ളവങ്ങ് പറഞ്ഞു എന്റെ സ്ഥിതി ഇതാ, എനിക്ക് ഭർത്താവില്ല എന്ന് പറഞ്ഞപ്പോൾ കർത്താവ് നീ പറഞ്ഞത് ശരിയാ, പക്ഷേ നിന്റെ ഹിസ്റ്ററി മുഴുവനും ഞാൻ പറയാം. എന്നിട്ട് പറഞ്ഞു, നിനക്ക് 5 ഭർത്താക്കന്മാർ ഉണ്ടായിരുന്നു, ഇപ്പോൾ ഉള്ളവനും
ഉള്ളവന്റെ ഭർത്താവല്ല, നീ പറഞ്ഞ സത്യം തന്നെ എന്ന് യേശു പറയും. യേശു പറയുകയാണ് സത്യം തന്നെ. ഇവള് അന്തരംഗത്തിൽ സത്യം ആഗ്രഹിച്ചവളായതുകൊണ്ടാണ് ദൈവം അവളോട് ഇടപെട്ടത്. അതുകൊണ്ട് കുലവും ജാതിയും മഹിമയും പാരമ്പര്യവും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. അതൊക്കെ ഈ ലോകത്തിൽ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി പ്രയോജനപ്പെടും. പക്ഷേ ദൈവം നോക്കുന്നത് ഏത് കുലമോ ഏത് ജാതിയോ ഏത് വ്യക്തിയോ എന്നല്ല. ഒരുപക്ഷെ സാഹചര്യത്തിന് സമ്മർദ്ദത്തിൽ ഇങ്ങനെ വഴിതെറ്റിപ്പോകേണ്ട, അല്ലെങ്കിൽ സാഹചര്യ മുഖാന്തരമായി ഈ ഒരു രീതിയിലേക്ക് പോയവളുടെ ഹൃദയത്തിന്റെ അകത്ത് എപ്പോഴും ഒരു വാഞ്ചയുണ്ടായിരുന്നു, ദൈവഭയമുണ്ടായിരുന്നു, ആഗ്രഹമുണ്ടായിരുന്നു. അതുകൊണ്ട് ദൈവം അവളോട് പറയുകയാണ്, യഥാർത്ഥമായ ദൈവത്തോട് ഇടപെട്ട് സംസാരിക്കുകയാണ്. അവളുടെ പശ്ചാത്തലത്തെ വെളിപ്പെടുത്തിയിട്ട് ദൈവം വെളിപ്പെടുത്തിയത് എങ്ങനെയാണ് ഈ ശമരിയ സ്ത്രീ ഉണ്ടായത് എന്നുള്ളതിനെ കുറിച്ച് ദൈവം അവിടെ പറയാൻ കഴിയാത്തതാണ്. നിനക്ക് 5 ഭർത്താക്കന്മാർ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞതിന്റെ അർത്ഥം. 2 രാജാക്കന്മാരുടെ പുസ്തകം 17-ാം അധ്യായം അതിന്റെ 23 വാക്യങ്ങളിലാണ് ഇത് ആരൊക്കെയാണ് 5 ഭർത്താക്കന്മാർ ശമരിയയോട് ബന്ധത്തിൽ ഉണ്ടായിരുന്നത് എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതിന്റെ 2 രാജാക്കന്മാർ 17-ാം അധ്യായം അതിന്റെ 30-ാമത്തെ വാക്യത്തിൽ പറയുമ്പോൾ ബാബേൽക്കാർ സൂക്കോത്ത് ബസോത്തിനെ ഉണ്ടാക്കി, ഹൂത്ത്കാർ നേഖാലിനെ ഉണ്ടാക്കി, ഖമാത്ത്കാർ അശീമായി ഉണ്ടാക്കി, അവ്വക്കാർ നബ്ഗസിനെയും തത്തമസിനെയും ഉണ്ടാക്കി, സബ്രീമക്കാർ സബ്രീം ദേവന്മാരായ അത്രമേലക്കിനെയും അന്നമേലക്കിനെയും തങ്ങളുടെ മക്കളെ അഗ്നിപ്രവേശം ചെയ്യിപ്പിച്ചു. അപ്പോൾ 5 ജാതികളും 7 ദേവന്മാരും. 1 ബാബേൽ, സൂക്കോത്ത് ബനോത്ത്, 2 കൂദ നേതാൽ, 3 ഹമാത്ത് അവൾ അശീമ, അവ്വ നിബാഗ് തത്തക്ക്, സബർബീം അത്രമേലേക്ക് അന്നമേലേക്ക്. ഇങ്ങനെ 5 ജാതികളാണ് ഈ ഇസ്രായേലിനെ ദൈവത്തിനെ തള്ളിക്കളഞ്ഞപ്പോൾ അശൂർ രാജാവ് ഈ ദേശങ്ങളിലുള്ളവരെ കൊണ്ടുപോയാണ് അവിടെ പാർപ്പിച്ചത്. അന്നത്തെ ഒരു സാഹചര്യം അനുസരിച്ച് യുദ്ധം ചെയ്ത് കഴിയുമ്പോൾ അവര് പരാജയപ്പെടുത്തുന്ന സ്ഥലത്ത് നിന്നുള്ള ആൾക്കാരെ പിടിച്ചുകൊണ്ടുപോയി അവരതിന് മുമ്പ് എവിടെയാണോ ജയിച്ചിരിക്കുന്ന അവിടെ കൊണ്ട് അവരെ താമസിപ്പിക്കും. അത് അവിടെ ഒരു സാധാരണ രീതിയിലുള്ള സംഭവമായിരുന്നു. 17-ാം അധ്യായം 16-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ കാണുന്നത് ഇസ്രായേലിനെ വിറ്റ് കളഞ്ഞപ്പോൾ, ദൈവം അവരെ ഉപേക്ഷിച്ച് കളഞ്ഞപ്പോൾ, ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് തള്ളിക്കളഞ്ഞപ്പോൾ ദൈവം അവരെ 4 സ്ഥലങ്ങളിലേക്ക് അവരെ ചിതറിച്ചു കളഞ്ഞതായിട്ടാണ് 17-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത്. 17-ാം അധ്യായം അതിന്റെ 5-6 വാക്യങ്ങൾ. അശൂർ രാജാവ് രാജ്യത്തെല്ലായിടവും കൂടിക്കടന്ന് ശമരിയിലേക്ക് വന്ന് അതിനെ 3 സംവത്സരം നിരോധിച്ചു. ഹോശയുടെ 9-ാം ആണ്ടിൽ അശൂർ രാജാവ് ശമരിയെ പിടിച്ച് ഇസ്രായേലിനെ ബദ്ധന്മാരാക്കി അശൂരിലേക്ക് കൊണ്ടുപോയി. അശൂരിലേക്ക് കൊണ്ടുപോയിട്ട് അവരെ ഖലഹിലും ഖോസാൻ നദീതീരത്തിലും ഹാബോരിലും മേത്യയുടെ പട്ടണങ്ങളിൽ പാർപ്പിച്ചു. ഇവരെ പിടിച്ചുകൊണ്ടുപോയപ്പോൾ അശൂരിലേക്ക് ഇവരെ കൊണ്ടുപോട്ടെ, ദൈവം അവരെ അശൂരിലേക്കാണ് അയച്ചത്. അശൂരിൽ കൊണ്ടുപോയി ഇവരെ 4 സ്ഥലങ്ങളിലായിട്ട് ചിതറിച്ച് അവരെ താമസിപ്പിച്ചു. ഖലഗ്, ഹോസാൻ നദീതീരം, ഹാബോർ, മേത്യരുടെ പട്ടണം, ഇങ്ങനെയാണ് ഇവരെ പാർപ്പിച്ചത്. എന്നിട്ട് ഇസ്രായേലിൽ നിന്ന് അല്ലെങ്കിൽ പിടിച്ചുകൊണ്ടുപോയവരെ അവരെ ഈ അശൂരി കൊണ്ടുപോയി ഇങ്ങനെ അവരെ 4 സ്ഥലങ്ങളിൽ പാർപ്പിച്ചപ്പോൾ ഇവിടുന്ന് ആൾക്കാർ പോയതിന് പകരമായിട്ട് ഈ രാജാവ് അശൂർ രാജാവ് കൊണ്ടുവന്ന ആൾക്കാരെ താമസിപ്പിച്ചത് 5 സ്ഥലങ്ങളിൽ നിന്നുള്ള ആൾക്കാരെയാണ് അവിടെ കൊണ്ട് താമസിപ്പിച്ചത്. അത് 2 രാജാക്കന്മാരുടെ പുസ്തകം 17-ാം അധ്യായം 18 വാക്യങ്ങളാണ്. അത് നിമിത്തം യഹോവ ഇസ്രായേലിനോട് ഏറ്റവും കോപിച്ച് അവരെ തന്റെ സന്നിധിയിൽ നിന്ന് നീക്കിക്കളഞ്ഞു. യഹൂദ ഗോത്രം മാത്രമല്ലാതെ ആരും ശേഷിച്ചില്ല. യഹൂദയും തങ്ങളുടെ യഹോവയായ തങ്ങളുടെ ദൈവമായ യഹോവയുടെ കൽപ്പനകളെ പ്രമാണിക്കാതെ
ഇസ്രായേൽ ഉണ്ടാക്കിയ ചട്ടങ്ങളെ അനുസരിച്ച് നടന്നു. ആകയാൽ യഹോവ ഇസ്രായേൽ രാജ്യസന്തതിയെ മുഴുവനും തള്ളി അവരെ താഴ്ത്തി കൊള്ളയിടുന്നവരുടെ കയ്യിലേൽപ്പിച്ചു. ഒടുവിൽ അവരെ തന്റെ സന്നിധിയിൽ നിന്ന് നീക്കിക്കളഞ്ഞു. അവൻ ഇസ്രായേലിനെ ദാവീദ് ഗൃഹത്തിൽ നിന്ന് പറിച്ചു കളഞ്ഞു. അവർ നബോത്തിന്റെ മകനായ യൊരോബെയാമിന്റെ രാജാവാക്കി യൊരോബെയാം ഇസ്രായേലിനെ യഹോവയെ വിട്ടുമാറാക്കി അവരെ കൊണ്ട് വലിയൊരു പാപം ചെയ്യിച്ചു. അങ്ങനെ ഇസ്രായേൽ മക്കൾ യൊരോബെയാം ചെയ്ത സകല പാപങ്ങളിലും നടന്നു. അവയെ വിട്ടുമാറാകിയ യഹോവ പ്രവാചകന്മാരായ തന്റെ സകല ദാസന്മാരെ മുഖാന്തരം അരുളി ചെയ്ത പ്രകാരം ഒടുവിൽ ഇസ്രായേലിനെ തന്റെ സന്നിധിയിൽ നിന്ന് നീക്കി കളഞ്ഞു. ഇങ്ങനെ ഇസ്രായേൽ സ്വദേശം വിട്ട് അശ്ശൂരിലേക്ക് പോകേണ്ടി വന്നു. BC 740 ഇത് സംഭവിക്കുന്നത്. അപ്പൊ അങ്ങനെ കൊണ്ടുപോയപ്പോൾ ഇന്ന് വരെ അവിടെ ഇരിക്കുന്നു. അപ്പൊ അവരുടെ തലമുറകളിൽ എല്ലാവരും മടങ്ങി വന്നില്ല. കുറെ ആൾക്കാർ ഇപ്പോൾ അവിടെ ഉള്ളതാണ്. അതുകൊണ്ട് പറയുന്നത്. അപ്പൊ ഇവിടെ കൊണ്ടുപോയി അശ്ശൂർ രാജാവ് ബാബേൽ, ഹൂദ, ഔവ, ഹമാത്ത്, സബർബീം എന്നിവിടങ്ങളിൽ നിന്ന് ആളുകളെ വരുത്തി ഇസ്രായേൽ മക്കൾക്ക് പകരം ശമരിയ പട്ടണങ്ങളിൽ പാർപ്പിച്ചു. അപ്പോൾ 5 ദേശങ്ങളിലുള്ള ആൾക്കാരെ ഇവിടെ കൊണ്ടുവന്ന് പാർപ്പിച്ചു. ശമരിയ ദേശങ്ങൾ പാർപ്പിച്ചു. ശമരിയ ദേശം ഉൾപ്പെടുന്ന ദേശം അത് ഇസ്രായേലിന്റെ വക്തം ദേശമാണ്. ഇപ്പൊ ശമരിയ നമുക്കറിയാം, യെരൂശലേം ആസ്ഥാനമായി യഹൂദയുടെ ഭരണം നടക്കുമ്പോൾ ഇസ്രായേൽ യൊരോബെയാമിന്റെ കാലത്ത് മുതൽ ശമരിയ എന്നുള്ള മലയിൽ അതിനുള്ള ബന്ധത്തിൽ ശമരിയ ആസ്ഥാനമാക്കി ഭരണം നടത്തുന്നതിനെ കുറിച്ച് ഈ രാജാക്കന്മാരുടെ പുസ്തകത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ശമരിയ ഇസ്രായേൽ പരാജയപ്പെട്ടപ്പോൾ അവരെ പരാജയപ്പെടുത്തി ശമരിയ പട്ടണങ്ങളിൽ ഈ 5 സ്ഥലങ്ങളിൽ നിന്നുള്ള ആൾക്കാരെയാണ് കൊണ്ട് പാർപ്പിച്ചതാണ് കർത്താവ് പറഞ്ഞ 5 ഭർത്താക്കന്മാർ. എനിക്ക് 5 ഭർത്താക്കന്മാർ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞത് യേശുവോട് 5 ഭർത്താക്കന്മാർ നിനക്കുണ്ടായിരുന്നു, ഇപ്പോൾ ഉള്ളവനോ ഭർത്താവല്ല, നീ പറഞ്ഞ സത്യം തന്നെ എന്ന് പറഞ്ഞു. ഈ 5 ഭർത്താക്കന്മാർ എന്ന് പറയുമ്പോൾ 5 വിവിധമായിരിക്കുന്ന ആരാധന സംസ്കാരമുള്ള രീതിയിലുള്ളവരെയാണ് ഇവിടെ കൊണ്ടുപോയി താമസിപ്പിച്ചത്. ശമരിയ പട്ടണങ്ങൾ, ആ ദേശങ്ങൾ മുഴുവനും ഇങ്ങനെ 5 വിധ ജാതികീയ ആൾക്കാർ വന്ന് താമസിച്ചപ്പോൾ അവർ ശമരിയ കൈവശമാക്കി അതിന്റെ പട്ടണങ്ങളിൽ പാർത്തു. അവരോട് പാർപ്പാൻ തുടങ്ങിയപ്പോൾ യഹോവയെ ഭജിച്ചില്ല, എന്ത് ചെയ്തില്ല, ഇവരെ ദൈവത്തെ ആരാധിച്ചില്ല, ദൈവത്തെ മഹത്വപ്പെടുത്തിയില്ല. ഇവരെ കുറിച്ച് പഠിക്കുമ്പോൾ അശ്വര ഇവരെയൊക്കെ പരാജയപ്പെടുത്തുകയാണെന്ന് ദിനവൃത്താന്ത പുസ്തകത്തിൽ കാണാൻ സാധിക്കും. അവരെ പിടിച്ചുകൊണ്ട് ഇവിടെ താമസിപ്പിക്കുക. ഈ 5 ജാതിക്കാർ ഈ ദേശത്ത് വന്ന് താമസിച്ചു. അവരെ പട്ടണങ്ങളിൽ പാർക്കുവാനായിട്ട് തീർന്നു. അവർക്ക് സത്യദൈവമായിരിക്കുന്ന ഇസ്രായേലിന്റെ ദൈവമായിരിക്കുന്ന യഹോവയെ അറിയത്തില്ലല്ലോ. അവരത് ആരാധിച്ചില്ല. അവർ അവിടെ പാർപ്പാൻ തുടങ്ങിയപ്പോൾ യഹോവയെ ഭജിച്ചില്ല. അതുകൊണ്ട് യഹോവ അവരുടെ ഇടയിൽ സിംഹങ്ങളെ അയച്ചു. അവ അവരിൽ ചിലരെ കൊന്നുകളഞ്ഞു. ഈ ദേശത്ത് ദൈവാരാധന നഷ്ടപ്പെട്ടു. ആ സമയത്ത് ദൈവം അവിടെ സിംഹങ്ങളെ ആയിക്കൊണ്ടിരിക്കുക. നമുക്കറിയാം, സജനം കടന്നു പോരുമ്പോൾ പെരുവുണ്ടായപ്പോൾ അവിടെ അഗ്നിസർപ്പങ്ങൾ ദൈവം അയച്ചു. അപ്പൊ ദൈവത്തിന് ഹിതമല്ലാത്ത രീതിയിൽ സംസാരിക്കുമ്പോൾ, ഇടപെടുമ്പോൾ, ആരാധന നഷ്ടപ്പെടുമ്പോൾ ദൈവം അവിടെ ഇങ്ങനെയുള്ള ക്രൂരതയുള്ള ജീവികൾ, വന്യമൃഗങ്ങളെ ദൈവം അവിടെ അയക്കാം, ദൈവത്തിന് അയക്കാൻ സാധിക്കും. അത് ഇപ്പം വേണം ദൈവത്തിന് ചെയ്യാം. ഇവിടെ സിംഹങ്ങളെ അയച്ചതുകൊണ്ട് അപ്പോൾ അവർ അശ്വർ രാജാവിനെ അറിയിച്ചത്, നീ കുടി നീക്കി ശമരിയ പട്ടണങ്ങളിൽ പാർപ്പിച്ച ജാതികൾ ആ ദേശത്തിലെ ദൈവത്തിന്റെ മാർഗം അറിയായിക്കൊണ്ട് അവൻ അവരുടെ ഇടയിൽ സിംഹങ്ങളെ അയച്ചു. അവർ ആ ദേശത്തിലെ ദൈവത്തിന്റെ മാർഗം അറിയാകിയാൽ അവരെ കൊന്നുകളയുന്നു എന്ന് പറഞ്ഞു. ഉടനെ തന്നെ അശ്വരാജാവിനോട് പറഞ്ഞു, നീ ഇവിടെ കൂട്ടിയാക്കിയിരുന്ന ആൾക്കാർ അവിടെ സിംഹങ്ങൾ അയക്കപ്പെടാൻ കാരണമായി തീർന്നത് ഇവർക്ക് മനസ്സിലായി, ദൈവത്തിന്റെ മാർഗം അറിയാത്തത് കൊണ്ട്, തങ്ങളുടെ ഇടയിൽ അത് ചെയ്യാത്തത് കൊണ്ട്, ദൈവത്തെ ഭജിക്കാത്തത് കൊണ്ടാണെന്നുള്ളതും, ആ ദൈവത്തിന്റെ മാർഗം വഴിതെറ്റി അറിയാൻ കഴിയാത്തത് കൊണ്ട്
ദൈവം അവിടെ സിംഹങ്ങളെ അയച്ച് ഈ ആൾക്കാരെ കൊല്ലുന്ന വിവരം അശ്വർ രാജാവിനെ അറിയിച്ചപ്പോൾ അതിന് പ്രതിവിധിയായിട്ട് അവൻ ചെയ്തത്, അശ്വർ രാജാവ്, നിങ്ങൾ അവിടെ നിന്ന് കൊണ്ടുവന്ന പുരോഹിതന്മാരിൽ ഒരുത്തനെ അവിടേക്ക് കൊണ്ടുപോകുകയും അവർ ചെന്ന് അവിടെ പാർക്കുകയും അവർ ആ ദേശത്തെ ദൈവത്തിന്റെ മാർഗം അവരെ ഉപദേശിക്കുകയും ചെയ്യട്ടെ എന്ന് പറഞ്ഞു. നിങ്ങൾ അവിടുന്ന് കൊണ്ടുവന്നതിൽ പുരോഹിതന്മാരുണ്ടല്ലോ, ഈ പുരോഹിതന്മാരുടെ ദൗത്യം ഉപദേശം കൊടുത്ത് എങ്ങനെയാണ് ദൈവത്തെ ആരാധിക്കുന്നത്. അതുകൊണ്ട് ഒരു കാര്യം പറഞ്ഞു, അങ്ങനെ അവിടെ നിന്ന് കൊണ്ടുവന്ന പുരോഹിതന്മാരിൽ ഒരുത്തനെ അവിടെ കൊണ്ടുപോകും, ഒരാളെ കൊണ്ടുപോകണം, മുറയ്ക്ക് കൊണ്ടുപോകാൻ പറഞ്ഞു. അപ്പോൾ അവൻ അവിടെ ചെന്നിട്ട് ഈ എങ്ങനെയാണ് ദൈവത്തെ ആരാധിക്കുന്ന രീതി അവർക്ക് കാണിച്ചു കൊടുക്കാൻ പോകും. അങ്ങനെ അവരെ ഉപദേശിച്ചിട്ട് അങ്ങനെ അവർ ശമരിയിൽ നിന്ന് കൊണ്ടുപോയിരുന്ന പുരോഹിതന്മാരിൽ ഒരുത്തൻ വന്നു ബേഥേലിൽ പാർത്തു. യഹോവയെ ഭജിക്കേണ്ടുന്ന വിധം അവർക്ക് ഉപദേശിച്ചു കൊടുത്തു. എന്തുകൊണ്ടാ? ഈ അശ്വർ രാജാവിന് സിംഹങ്ങളെ നീക്കിക്കളയാൻ കഴിയത്തില്ല. അവൻ ബുദ്ധിയുള്ളവൻ, അവനറിയാം ഈ മനുഷ്യനെതിരെ യുദ്ധം ചെയ്യാം, പക്ഷെ കാട്ടുമോർക്കെതിരെ യുദ്ധം ചെയ്താൽ ജയിക്കത്തില്ലെന്നറിയാം. അതുകൊണ്ട് അവൻ കാര്യം പറഞ്ഞത്, യുദ്ധം ചെയ്ത് പരാജയപ്പെടുത്താൻ കഴിയത്തില്ല, ഒരൊറ്റ മാർഗമേ ഉള്ളൂ. എന്താണോ അതിന് കാരണമായി തീർന്നത് അതിന് പരിഹാരം ഉണ്ടാക്കുക. അതുകൊണ്ടാണ് ഈ ബുദ്ധന്മാരുടെ ഒരുത്തനെ കൊണ്ടുപോയി അവിടെ ദൈവത്തെ ആരാധിക്കട്ടെ, ദൈവശബ്ദം കേൾക്കട്ടെ, അപ്പോൾ അത് മാറിപ്പോകുമല്ലോ എന്ന് പറഞ്ഞുകൊണ്ടിയത്. എങ്കിലും അതത് ജാതി പാന്നാണ്ട് ദേവന്മാരെ ഉണ്ടാക്കി ഓരോ ജാതി പാർത്ത് വന്ന പട്ടണങ്ങളിൽ ചമരുണ്ടാക്കിയിരുന്ന പൂജാരി ഈ ക്ഷേത്രങ്ങൾ അവർ പ്രതിഷ്ഠിച്ചു. ഇങ്ങനെ 5 ജാതികൾ ഒരു ഉപദേശിച്ചുള്ളൂ. നിങ്ങൾ അപ്പൊ ജീവന് കൊതിയുള്ളതുകൊണ്ട് എന്ന് പറയുന്നില്ല, അവർ ഉരുവിടും. പക്ഷെ ഇവർ കൊണ്ടുവന്ന അവരുടേതായ ജാതിക പശ്ചാത്തലം വിട്ടുപോയി. ഇന്നും ഇപ്രകാരം അനേകര് വിശ്വാസം വരുന്നു. അവര് ഭയപ്പെട്ട യേശുവിനെയൊക്കെ വിളിക്കും, യേശുവിനെ സൗഖ്യത്തിന് വേണ്ടിയൊക്കെ വിളിക്കും. പക്ഷെ ഈ ആചരിച്ചു പോകുന്ന സമ്പ്രദായം ഉള്ളിൽ നിന്ന് വിടത്തില്ല. കാരണം പുറമേയുള്ള വിടുതലിന് വേണ്ടി ഇവര് പേടിച്ചിട്ടാണ് യേശുവെ അല്ലെങ്കിൽ അന്ന് യഹോവയെ ആരാധിക്കുന്നത്, ദൈവത്തെ ഭയപ്പെടുന്നത്. കാരണം സിംഹം ഇറങ്ങി കൊന്നുകളയും. പക്ഷെ അങ്ങനെ വലിയവനായൊരു ദൈവം ഉണ്ടെന്ന് മനസ്സിലായിട്ട് പോലും ഇവരുടെ ആ പാരമ്പര്യം വിട്ട് കളഞ്ഞില്ല. അവര് അനുവർത്തിച്ചു പോന്നിരുന്ന കൊണ്ടാണ് ജാതികൾ. അതുകൊണ്ടാണ് ദൈവം ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾ ജാതിയുടെ പോയി അന്വേഷിപ്പീൻ, അവരോട് ദേവന്മാരെ മാറ്റിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു. പക്ഷെ ഇസ്രായേൽ അറിഞ്ഞിട്ടും ദൈവത്തെ മാറ്റിക്കളഞ്ഞതായിട്ട് ഈ 17-ാം അധ്യായം വായിച്ചുണ്ട്. ഒരു ദുശാഠ്യം കാണിച്ചെന്നപ്പോൾ ജാതികളുടെ ദേവന്മാർ അല്ലെങ്കിൽ അവരെ ആരാധിച്ച് ജാതികൾ എങ്ങനെ ചെയ്യുന്നത് അതുപോലെ അവർ ചെയ്തു. അതുകൊണ്ടാണ് കർത്താവ് ചോദിച്ചത്, നിങ്ങൾ പ്രവൃത്തി ചോദിച്ചിരിക്കുന്നത്, നിങ്ങൾ ജാതികളുടെ ഇപ്പൊ അന്വേഷിപ്പീൻ, അവർ ഞങ്ങൾ ദേവന്മാരെ മാറ്റിയിട്ടുണ്ടോ? ഇല്ല, മാറ്റിയിട്ടില്ല. ഇവിടെ സിംഹങ്ങൾ ഇറങ്ങി കൊന്നുകളയുമ്പോൾ അവിടെ അതിന് പരിഹാരമായിട്ട് ദൈവത്തെ ആരാധിച്ചാൽ മതി, യഹോവയുടെ നാമം ഉയർത്തിയാൽ മതി, ഇത് മാറിപ്പോകും എന്ന് പറഞ്ഞപ്പോൾ ഈ സിംഹം പോലും അനുസരിക്കുന്ന അല്ലെങ്കിൽ കീഴ്പ്പെട്ട് നിൽക്കുന്ന ദൈവത്തെ ഇവർ മനസ്സിലാക്കിയെങ്കിലും ഇവർ പിടിച്ചു വന്നിരുന്ന പാരമ്പര്യം വിട്ടുകളഞ്ഞില്ല. അതുകൊണ്ട് അവരെന്ത് ചെയ്തു? അവര് ഈ പുറമെ അവര് ദൈവത്തെ ആരാധിക്കും, പക്ഷെ ഉള്ളുകൊണ്ട് അവർ അവരുടേതായിട്ടുള്ള ആരാധന വിട്ടുമാറാതെ ആ പൂജാഗിരികളെ പൂജാ പ്രവർത്തകർ ചെയ്തു എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എന്റെ 32-ാം വാക്യം, അവർ യഹോവയെ ഭജിക്കുകയും തങ്ങളുടെ ഇടയിൽ നിന്ന് തന്നെ പൂജാഗിരി പുരോഹിതന്മാരെ നിയമിക്കുകയും അവർ അവർക്ക് വേണ്ടി പൂജാഗിരി ക്ഷേത്രങ്ങളിൽ യാഗം കഴിക്കുകയും ചെയ്യും. അങ്ങനെ അവർ യഹോവയെ ഭജിക്കുകയും തങ്ങൾ വിട്ട് പുറപ്പെട്ടു പോകുന്ന ജാതികളുടെ മര്യാദ പ്രകാരം സ്വന്തം ദേവന്മാരെ സേവിക്കുകയും ചെയ്തു പോന്നു. അന്ന് സംഭവിച്ചത് അങ്ങനെയായിരുന്നു. പുറമെ ആരാധനയോ, പക്ഷെ വിട്ടുപോകുന്ന ആ സ്ഥലത്തുനിന്ന് കൊണ്ടുവന്നിരിക്കുന്ന മര്യാദ, അത് അവരുടെ മാർഗവതികളെ അല്ലെങ്കിൽ അവരുടെ ദേവന്മാരെ, അന്യദേവന്മാരെ അവർ വിട്ടുകളഞ്ഞില്ല, അവർ കൂടിക്കുന്നു. ഇത് കേൾക്കുമ്പോൾ നമ്മളൊന്ന് മനസ്സിലാക്കണം, മനുഷ്യന്റെ ഇരുളിന്റെ വ്യാപാരം എത്രമാത്രമാണെന്നുള്ളത്. അപ്പോൾ അന്തരംഗത്തിൽ സത്യമില്ലാത്തതുകൊണ്ട്, ജ്ഞാനമില്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്.
ദൈവം ശമരിയാസ്ത്രീയോട് പറയുക, ഇതാണ് വാസ്തവത്തിൽ ശമരിയിൽ സംഭവിച്ചത്, നിങ്ങളുടെ ഇടയിൽ സംഭവിച്ചത് ഇതാകുന്നു. സത്യ ആരാധനയിൽ നിന്ന് ഇസ്രായേൽ വഴിതെറ്റിപ്പോയി. യൊരോബെയാമിന്റെ കാലത്ത് നഷ്ടപ്പെട്ടു പോയി. അതിനുശേഷം ദൈവത്തിൽ നകന്നകന്ന് അന്യജാതിക്കാരയിലേക്ക് വന്നപ്പോൾ ദൈവം അവരെ അശൂര്യ രാജാവിന് വിട്ടുകൊടുത്തു മോശയുടെ കാലത്ത്. അപ്പോൾ അത് മുഖാന്തരമായിട്ട് അവർ ഈ അശൂർ രാജാവ് കൊണ്ടുവന്ന് 5 ജാതിക്കാരായിട്ടുള്ളവരെ കൊണ്ട് അവിടെ താമസിപ്പിച്ചു. അവർ താമസിപ്പിച്ചപ്പോൾ അവർ ദൈവത്തെ ഭജിക്കാതെ അവരുടെ ദേവന്മാരെ ഭജിച്ചപ്പോൾ ആ ദേശത്ത് ദൈവം സിംഹങ്ങളെ അയച്ചത് മുഖാന്തരമായി ഇവര് ഭയപ്പെട്ടു. ഒരു കാര്യം അറിയിച്ചപ്പോൾ അശ്വരാജാവ് പറഞ്ഞു, ഒരു പുരോഹിതൻ വന്ന് അവിടുത്തെ ഏതായിരുന്നു ദൈവം, ആ ദൈവത്തിന്റെ മാർഗങ്ങളെ പറഞ്ഞു കൊടുത്ത് അങ്ങനെ ഭജിക്കാൻ പറഞ്ഞപ്പോൾ പുറമെ ആരാധനയുണ്ടായി, ശബ്ദമുയർന്നു, ദൈവത്തിന്റെ നാമത്തിലുള്ള ആരാധന. ഏതായാലും ഈ സത്യാരാധന ദൈവത്തിന്റെ നാമം കേട്ടപ്പോൾ സിംഹങ്ങളെല്ലാം കാട്ടിപ്പോകാൻ കഴിയാത്ത ഇവര് അങ്ങനെ രക്ഷപ്പെട്ടു. ദൈവത്തിന്റെ നാമം ഘോഷിക്കുമ്പോൾ മുഖാന്തരമായി സിംഹങ്ങൾ അവരെ ഉപദ്രവിച്ചില്ല. എന്നാൽ ഈ വലിയവനായ ദൈവമാണ് എന്ന് അവർക്കത് മനസ്സിലാക്കിയെടുക്കുവാൻ അന്തരംഗത്തിൽ ജ്ഞാനമുണ്ടായില്ല. അത് മുഖാന്തരമായി അവർ അവരുടേതായിട്ടുള്ള ദേവന്മാരെ, അന്യദേവന്മാരെ വിട്ടുകളയാതെ അവർ അതിനെ സേവിച്ചു എന്നാണ് നമുക്കത് കാണുമ്പോൾ ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്ന് ഞാൻ പറയുന്നത്, ഈ ഒരുപാട് പേര് സാക്ഷ്യം പറയും, ഞങ്ങൾ പ്രാർത്ഥിച്ചു, യേശു ഞങ്ങളുടെ രോഗസൗഖ്യമാക്കി, അല്ലെങ്കിൽ ഞങ്ങൾക്ക് വിടുതൽ കിട്ടി, ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ കാര്യം നടന്നു എന്നൊക്കെ എല്ലാവരും പറയും. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കുക, അങ്ങനെ ഭൗമികമായി ഇവര് പ്രാർത്ഥിച്ചപ്പോൾ, ഇവര് ദൈവത്തിന്റെ നാമം പറഞ്ഞപ്പോൾ സിംഹം മാറിപ്പോയല്ലോ, മാറിപ്പോയി. അത് മാറി ആ ദൈവത്തിന്റെ നാമത്തെ, പക്ഷേ ഉള്ളുകൊണ്ട് മാറിയില്ല. അതുകൊണ്ട് ആരെങ്കിലും ഈ സന്ദേശം കേൾക്കുമ്പോൾ സത്യത്തിന്റെ ആത്മാവിന്റെ ആരാധനയിലേക്ക് വന്നിട്ടില്ലെങ്കിൽ ശമരിയ ജാതിയിൽപ്പെട്ട ആരാധനയുടെ അനുഭവത്തിലേക്ക് വരും. ഇപ്പം ഭയപ്പെട്ട് കഴിയുമ്പോൾ യേശുനാമം പറയുമ്പോൾ രോഗം മാറിപ്പോവും, അത്ഭുതമൊക്കെ നടന്നിരിക്കും, കാര്യങ്ങൾ നടക്കും. പക്ഷേ വിട്ടേണ്ടനെ വിട്ടിട്ടില്ല എങ്കിൽ, ഉപേക്ഷിച്ചിട്ടില്ല എങ്കിൽ ഈ ശമരിയ ജാതിയെ പോലെ ആയിത്തീരും എന്നുള്ളതാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ടാണ് ഇവരത് വിട്ടുപിരിയാതെ ഇവരിങ്ങനെ ഈ പാരമ്പര്യമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതാണ് കർത്താവ് പറഞ്ഞ 5 ഭർത്താക്കന്മാർ. ശമരിയ പറയാ, നിനക്ക് ഒരു ഭർത്താവല്ല ഉണ്ടായിരുന്നത്, നിനക്കുണ്ടായിരുന്നത് 5 ഭർത്താക്കന്മാരായിരുന്നു. കാരണം 5 ഭർത്താക്കന്മാർ ഉണ്ടായത് 5 ദേവന്മാരുടെ, അല്ലെങ്കിൽ 5 ജാതികളുടെ 7 ദേവന്മാർ അവിടെ ഉണ്ടായിരുന്നു. അതിന്റെ ആ തലമുറകളിൽ നിന്നാണ് പിന്നീട് ശമരിയ ജാതി അവിടെ ആരാധനയെ ആവിർഭവിച്ചത് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ഇതെല്ലാം അവിടെ കൂടിക്കിടന്നിട്ടുള്ള ഒരു സമ്മിശ്രമായിരിക്കുന്ന ഒരു ജാതിയായി ഈ ശമരിയ ദേശം മാറ്റപ്പെട്ടു. അതാണ് 5 ഭർത്താക്കന്മാർ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇവളോട് പറഞ്ഞത്, ദൈവം പറഞ്ഞത് 5 ഭർത്താക്കന്മാർ നിനക്കുണ്ടായിരുന്നു, ഇപ്പോഴുള്ളത് അല്ല എന്നതിന്റെ അർത്ഥം ഇപ്പോൾ നീ വിശ്വസിക്കുന്ന മശിഹ വരും യഹൂദനാണെന്നൊക്കെ പറഞ്ഞ് ചിന്തിക്കുന്നുണ്ട്. പക്ഷെ അതിന്റെ യഥാർത്ഥമായിട്ടുള്ളത് നിനക്കൊന്നും അറിയത്തില്ല, അതിൽ യഥാർത്ഥമല്ല ഇപ്പോഴുള്ളതും. ഇപ്പോൾ ആ സമയത്ത് 5 പേരിങ്ങനെ ഉണ്ടായിരുന്നു. അന്ന് ആ സമയത്ത് ഇവരും വാസ്തവത്തിൽ ശമരിയക്കാരും അന്ന് വിശ്വസിക്കുന്നത്, ഞങ്ങൾക്കും ഇസ്രായേലായിട്ട് സമ്പർക്കമില്ലെങ്കിലും പാരമ്പര്യം പറയുന്നത് യാക്കോബിന്റെ പാരമ്പര്യമാണ്. അത് നിന്റെ ഭർത്താവല്ല. അപ്പം പാരമ്പര്യം യാക്കോബിന്റെ പറയും, യഹൂദന്റെ പാരമ്പര്യം പറയും, നമ്മുടെ പിതാവാണെന്ന് പറയും. എന്നാൽ കഥാപന അതും യഥാർത്ഥമായിട്ടുള്ളതല്ല. നിന്റെ സ്ഥിതി, നിന്റെ ഭൂതകാലം ഇതാണ്. 5 ജാതീയ ദേവന്മാരുടെ സാന്നിധ്യമുള്ളത് കൊണ്ട്, ഉണ്ടായിരുന്നത് കൊണ്ട് അങ്ങനെ ഒരു ആരാധന രീതിയാണ് വന്നത്. 5 ഭർത്താക്കന്മാരാണ് ശമരിയ ദേശത്തുണ്ടായിരുന്ന 5 ജാതികൾ, 5 ഭർത്താക്കന്മാരാണ്. ഇപ്പോഴുള്ളതുമല്ല. ഇപ്പോൾ 6 പേരുടെ കാര്യം ദൈവം പറഞ്ഞിട്ട്, എന്നാൽ അവരോടുള്ള ആ ദൈവ സന്ദേശം ശമരിയ ജാതിയുടെ ആവിർഭാവത്തെ കുറിച്ചും ശമരിയ ജാതി എന്തായിരുന്നു എന്നുള്ളതും അതിന്റെ പശ്ചാത്തലത്തെ കുറിച്ചും ആണ് ദൈവം ഈ 4-ാം അധ്യായം അതിന്റെ 18-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. നീ പറഞ്ഞത് ശരി, 5 ഭർത്താക്കന്മാർ നിനക്കുണ്ടായിരുന്നു, ഇപ്പോൾ ഉള്ളവനോ ഭർത്താവല്ല, നീ പറഞ്ഞത് സത്യം തന്നെ എന്ന് യേശു പറഞ്ഞു. ഇതിവിടെ ഒരു വ്യക്തിപരമായ ഒരു സ്ത്രീയോടാ പറയുന്നെങ്കിലും ഇത് പ്രതിദാനം ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇത് ഫോക്കസ് ചെയ്തിരിക്കുന്നത്
അന്നത്തെ ആ ശമരിയ സമുദായത്തിൽ നിന്നുണ്ടായ ആ സങ്കരമായിരിക്കുന്ന മിശ്രിതമായിരിക്കുന്ന സകല ജാതിയിൽ കൂടിക്കലർന്നിരിക്കുന്ന ഒരു പാരമ്പര്യത്തെയാണ് അവിടെ, അല്ലെങ്കിൽ ഒരു തലമുറയാണ് ദൈവയുടെ എടുത്തു കാണിക്കുന്നത്. ഇത് പറഞ്ഞു, ഇതാണ് നിന്റെ പശ്ചാത്തലം എന്ന് പറയാൻ കഴിയാത്തത്. ഇവിടെയൊരു അങ്ങനെ ദേശത്ത് അങ്ങനെ 5 ജാതികൾ കുടിപാർക്കത്തക്കവണ്ണം 7 ദേവന്മാരെ ആരാധിക്കത്തക്കവണ്ണം ഉള്ള ഒരു സംവിധാനം വരാൻ കാരണമായി തീർന്നത് യഥാർത്ഥത്തിൽ കനാൻ ദേശം അവകാശമായി തീർന്ന ദൈവം ജാതികളെ പറിച്ച് നീക്കിയിട്ട് കല്ലുകൾ പെറുക്കിക്കളഞ്ഞ് ഒരു മുന്തിരിവള്ളി കൊണ്ട് നട്ടു. പക്ഷെ അത് കായ്ച്ചത് കാട്ടുമുന്തിരിങ്ങായപ്പോൾ ദൈവത്തിനെ പറിച്ചു കളഞ്ഞു. അതിന് പകരമായിട്ട് നീക്കിക്കളഞ്ഞ ജാതികളെ പോലെ തന്നെയുള്ള ജാതികളോട് വന്ന് പാർപ്പാട്ടിടയായി തീർന്നു എന്നുള്ളതാണ് ഇതിന്റെ പശ്ചാത്തലം. അപ്പോൾ അങ്ങനെ പഴയ നിയമത്തിൽ അങ്ങനെ സംഭവിച്ചതിനെ കുറിച്ച് ശമരിയെ കുറിച്ചുള്ള ചരിത്രം, അതിന്റെ ഹിസ്റ്ററി ദൈവം ശമരിയ സ്ത്രീയോട് വെളിപ്പെടുത്തി കൊടുത്തു. അത് അവളോടുള്ള ബന്ധത്തിലാണ് പറഞ്ഞതെങ്കിലും അത് ഞാൻ പറഞ്ഞല്ലോ, അത് ആകമാനമായി നാം ചിന്തിക്കുമ്പോൾ കാണുന്നത് അന്ന് നിലനിന്നിരുന്ന ആ ആരാധന സമ്പ്രദായത്തെയാണ് ദൈവം വെളിപ്പെടുത്തി കൊടുത്തത്. അത് പറഞ്ഞു സ്ത്രീ അവനോട്, യജമാനനെ നീ പ്രവാചകൻ എന്ന് ഞാൻ കാണും. പറയുക, നീ പ്രവാചകനാണെന്ന് ഞാൻ കാണും. ആദ്യം അവളുടെ സ്ഥിതി, അവള് ചിന്തിച്ചത് യേശുവിനെ കണ്ടപ്പോൾ അവളുടെ വേഷം കണ്ടിട്ട് പറഞ്ഞു നീ യഹൂദനാണ്. പിന്നീട് അവൻ വെള്ളത്തെക്കുറിച്ചും ആത്മീയകാര്യങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോൾ മനസ്സിലായി ഇവൻ ഒരു യജമാനനാണ്, ഇവൻ ഉപദേശിക്കുന്നവനാണ് എന്നുള്ള നിലവാരത്തിൽ റബി എന്നുള്ള രീതി അവൾ പറഞ്ഞു യജമാനാണ്. അതിനുശേഷം അവൾ യജമാനുള്ള കാഴ്ചപ്പാടിൽ നിന്ന് ഇവിടെ ഭൂതകാല സംഭവങ്ങളെ കുറിച്ചുള്ള കാര്യങ്ങൾ, ജാതിയെ കുറിച്ചുള്ള കാര്യങ്ങൾ കഥ വെളിപ്പെടുത്തി അവൾ പറഞ്ഞു ഈ ഒരു പ്രവാചകനാണെന്ന് ഞാൻ കാണും. ഈ കാഴ്ചപ്പാടുകൾ നമുക്ക് പലപ്പോഴും മാറുന്നത് ഓരോരുത്തർ ഇടപെടുമ്പോഴാണ് മാറ്റമുണ്ടാകുന്നത്. പക്ഷെ നമ്മൾ ഒരാളെ കാണുമ്പോൾ നമുക്ക് ആ സമയത്ത് അവിടെ ഉപരിപരമായിട്ടുള്ള പുറമെയുള്ള കാഴ്ചപ്പാടിലാണ് നാം ചിന്തിക്കുന്നത്. സംസാരിച്ചു കഴിയുമ്പോൾ, ഇടപെട്ട് കഴിയുമ്പോൾ അവർ ആരാകുന്നു എന്ന് വ്യക്തമാക്കപ്പെടും. ഇവിടെ ഏതാ സംഭവിച്ചത്? ഈ ശമരിയ സ്ത്രീ ആദ്യം കണ്ടത് പശ്ചാത്തലങ്ങളെ പഠിച്ചുകൊണ്ട് യേശുവിനെ ഒരു യഹൂദൻ എന്ന വേഷഭൂഷാദികൾ ഒന്ന് മനസ്സിലാക്കിയെടുക്കാൻ സാധിച്ചു. നമ്മുടെയും ദൈവമക്കൾ എന്ന് പറയുന്നത് വേഷഭൂഷാദികളിൽ നിന്നാണോ? ആ കാഴ്ചപ്പാടിന് മാറ്റമുണ്ടാകണമെങ്കിൽ യേശു ആരാകുന്നു എന്നുള്ളതിന്റെ വെളിപ്പാടിലേക്ക് എത്തിയതുപോലെ അവൾക്ക് പടിപടിയായി അവരുടെ കാഴ്ചപ്പാടുകൾക്ക് മാറ്റം സംഭവിച്ചു. ഒരാളോട് സംസാരിക്കുമ്പോൾ, ഇടപെടുമ്പോഴൊക്കെ നമുക്ക് അവരാരാകുന്നു എന്നുള്ളത് വെളിപ്പെട്ട് കിട്ടും. അതുകൊണ്ടാണ് കഥ പറഞ്ഞത് വൃക്ഷത്തെ ഫലം കൊണ്ടാണ് തിരിച്ചറിയുന്നത്. വൃക്ഷത്തെ, ഏത് വൃക്ഷത്തെയും ഫലം കൊണ്ടാണ് തിരിച്ചറിയുന്നത്. വർത്തമാനം പറയുന്നതും വേഷം കെട്ടുന്നതും ഒക്കെ പലർക്കും ചെയ്യാൻ സാധിക്കും. പക്ഷെ ഒരാൾ സംസാരിക്കുമ്പോൾ, ഇടപെടുമ്പോൾ, നമ്മള് കൂടുതലായിട്ട് അടുക്കുമ്പോഴാണ് ആ വ്യക്തി ആരാകുന്നു എന്നുള്ളതിന്റെ കാഴ്ചപ്പാട് നമുക്ക് ലഭിക്കുകയുള്ളൂ. ഇന്ന് രാത്രിയിലും ദൈവമക്കളെ, ക്രിസ്തുവിന്റെ അതേ സ്വഭാവം നമ്മളിൽ വേണം. നമ്മളോട് ഒരാള് ഇടപെട്ട് കഴിയുമ്പോൾ, അടുത്തു വരുമ്പോൾ അവർക്ക് നമ്മളിൽ വെളിപ്പെട്ടിരിക്കുന്ന ക്രിസ്തുവിനെ മനസ്സിലാക്കത്തക്കവണ്ണം നമ്മുടെ ഹൃദയത്തിൽ യഥാർത്ഥമായ ദൈവഭയവും ദൈവജ്ഞാനവും ഉണ്ടാകണം എന്നാണ് ദൈവാത്മാവ് ആഗ്രഹിക്കുന്നത്. പിതാവ് അയച്ച തന്റെ പുത്രനായിരിക്കുന്ന ക്രിസ്തു ഈ ശമരിയ സ്ത്രീയോട് സംസാരിച്ചപ്പോൾ, ശമരിയ സ്ത്രീയോട് മാത്രമല്ല, യേശു ആരോടെല്ലാം ഇടപെട്ടോ സംസാരിച്ചവർക്കൊക്കെ ഇവിടെ കാഴ്ചപ്പാടുകൾ മാറിയിട്ടുണ്ട്. കർത്താവ് സംസാരിച്ച, ഇടപെട്ടാൽ, സാഹചര്യം കിട്ടിയാൽ നമ്മുടെ കാഴ്ചപ്പാടുകൾക്ക് മാറ്റമുണ്ടാകും. ഇവള് അതനുസരിച്ച് ഈ യേശുവിനെ പ്രവാചകൻ എന്ന് പറഞ്ഞു. അപ്പോൾ കഥാവിന് മനസ്സിലായി ഇവൾക്ക് കാര്യങ്ങൾ ഉൾക്കൊള്ളാനുള്ള കഴിവുണ്ടെന്നുള്ളത്. ഞങ്ങളോട് ദൈവം വീണ്ടും സംസാരിക്കും. അത് പറഞ്ഞു, ഞങ്ങളുടെ പിതാക്കന്മാർ ഈ മലയിൽ നമസ്കരിച്ചു വന്നു. നേരത്തെ പറഞ്ഞത് നമ്മുടെ പിതാവായ, 4-ാമത്തെ മദനവയത്തിൽ നമ്മുടെ പിതാവായ യാക്കോബിനേക്കാൾ നീ വലിയവനോ, ഒരു പാരമ്പര്യം പറഞ്ഞു വന്നു. ഇപ്പം കഥാകുള്ളു പറഞ്ഞു 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നു കേട്ടോ. എന്നാൽ അബ്രഹാം സന്ധിപ്പെടുന്ന
ഇസ്ഹാക്കിന്റെ വംശമായിരിക്കുന്ന യാക്കോബിന് ഒരു ഭർത്താവേ ഉള്ളൂ. നീ പറയുന്നത് ഞങ്ങളുടെ പിതാക്കന്മാർ എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ വ്യത്യസ്തമായി അവർക്ക് മനസ്സിലായി ഈ ശമര്യ ജാതി എന്നുള്ളത് ഒരു ദേവനല്ല, അഞ്ച് ജാതികളും 7 ദേവന്മാർ ഉൾപ്പെടുന്ന ഒരു പശ്ചാത്തലമാണെന്ന് ദൈവം കർത്താവ് വെളിപ്പെടുത്തി കൊടുത്തപ്പോൾ പറഞ്ഞു, ഞങ്ങളുടെ പിതാക്കന്മാർ ഈ മലയിൽ നമസ്കരിച്ചു വന്നു പറഞ്ഞാൽ ശമര്യ മലയിൽ നമസ്കരിച്ചു വന്നു. നമസ്കരിക്കേണ്ടുന്ന സ്ഥലം യെരൂശലേമിലാകുന്നു എന്ന് നിങ്ങൾ പറയുന്നു എന്ന് പറഞ്ഞു. ഞങ്ങളും വ്യത്യാസമുണ്ടായി. പറയാ, ഇപ്പോൾ എനിക്ക് മനസ്സിലായി ഞങ്ങൾ ആചരിച്ചു വന്ന ആരാധന രീതി അത് നിങ്ങളിൽ നിന്ന് വ്യത്യസ്തമുള്ളതാണ്. അപ്പോൾ നിങ്ങൾ പറയുന്ന സ്ഥലം യെരൂശലേമാണ്. ചിലരതിനെ ആ മലയിലുമല്ല ഈ മലയിലുമല്ല എന്ന് പറയും. അങ്ങനെയല്ല എഴുതി വചനം ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്. ആ മലയിലുമല്ല യെരൂശലേം. കർത്താവോട് പറയുകയാണ് നമസ്കരിച്ചു എന്ന് പറഞ്ഞു. യേശു അവരോട് പറഞ്ഞത്, സ്ത്രീയെ എന്റെ വാക്ക് നാം വിശ്വസിക്കുക. നിങ്ങൾ പിതാവിനെ നമസ്കരിക്കുന്നത് ഈ മലയിലുമല്ല യെരൂശലേമിലും അല്ല എന്നുള്ള നാഴിക വരുന്നു എന്ന് പറയും. നമ്മള് പ്രാർത്ഥനയൊക്കെ പറഞ്ഞു പോകും, ഈ മലയിലും അല്ല ആ മലയിലും അല്ല എന്നൊക്കെ. ഞാൻ ഒരുപാട് പേര് പ്രാർത്ഥിക്കുന്നത് കേട്ടിട്ടുണ്ട്. പക്ഷെ അങ്ങനെയല്ല. വചനത്തിനകത്ത് അക്ഷരങ്ങളൊക്കെ മാറിയാൽ ഈ മലയിലും ആ മലയിലും എന്ന് പറഞ്ഞാൽ അർത്ഥമുണ്ട്. ഈ മലയിലുമല്ല. ഇപ്പം കർത്താവ് പറഞ്ഞത്, നീ പറഞ്ഞല്ലോ, നീ പറഞ്ഞ വാക്ക് ശരിയാ, ശമര്യ മലയിലാണ് ഞങ്ങളുടെ പിതാക്കന്മാർ ഈ മലയിൽ നമസ്കരിച്ചു. ഇപ്പൊ ചൂണ്ടിക്കാണിച്ചത് പറഞ്ഞു, ശബരിമല ചൂണ്ടിക്കാണിച്ചിട്ട് ഈസ്റ്റ് പറയുകയാണ്, ഞങ്ങളുടെ ആരാധനാ സിസ്റ്റം സമ്പ്രദായം ശമര്യ മലയിൽ ആണ്. എന്നാൽ നിങ്ങൾ പറയുന്നത് യെരൂശലേമിലാണ് യഥാർത്ഥമായ ആരാധന എന്നാണ് നിങ്ങൾ പറയുന്നത്. 2 ആരാധന അവിടെ ഉൾപ്പെടുക. ഒരേ ദേശം, കനാൻ ദേശമാണ്. 2 ആരാധന എങ്ങനെ ഉണ്ടായി എന്നുള്ളതിന്റെ പശ്ചാത്തലം നമ്മൾ പഠിച്ചു. അപ്പോൾ ഇവിടെ വ്യത്യസ്തമായിരിക്കുന്ന 2 ആരാധനയെ കുറിച്ച് അവർക്കറിയാമായിരുന്നു. ഒന്ന് ശമര്യ മലയിലുള്ള ആ ജാതിയുടെ ആരാധനയും, 2 യെരൂശലേമിനെ കേന്ദ്രീകൃതമാക്കി യഹൂദന്റെ ആരാധനയും 2 ആരാധന ഉണ്ടായിരുന്നു. അപ്പൊ ഈ 2 ആരാധന നമ്മൾ നോക്കുമ്പോൾ ജാതീയ ആരാധനയും പാരമ്പര്യ യഹൂദന്റെ ആരാധനയും ആണ് അന്ന് നിലനിന്നിരുന്നത്. അതേക്കുറിച്ച് ദൈവമായ കഥ വെളിപ്പെടുത്തിയിട്ട് പറയുകയാണ്, ഈ സമയം വരെ ഇതാണ് ഉണ്ടായിരുന്നത്. പക്ഷെ എന്നാൽ ഇതിന് മാറ്റം വരാൻ പോകുകയാണ്. മലകളിലെ ആരാധനയും ഒരു പ്രത്യേക സ്ഥലത്തെ കേന്ദ്രീകരിച്ചുള്ള ആരാധനയും മാറ്റം വരാൻ പോകുകയാണ്. അങ്ങനെ മാറ്റുവാൻ വേണ്ടിയ യേശു വന്നത് എന്നവിടെ വെളിപ്പെടുത്താൻ വേണ്ടി കർത്താവ് പറഞ്ഞ സ്ത്രീയെ എന്റെ വാക്ക് വിശ്വസിക്കും. അവൾ പറഞ്ഞു, നീ എന്റെ വാക്ക് വിശ്വസിക്കണം. കർത്താവ് നമ്മളോട് സംസാരിക്കുമ്പോൾ പക്ഷെ നമ്മൾ സുവിശേഷം പറയുമ്പോൾ എല്ലാവർക്കും അങ്ങോട്ട് ഉൾക്കൊള്ളാൻ കഴിയത്തില്ല. ഇതൊക്കെ ശരിയാണോ, സത്യമാണോ എന്നൊക്കെയുള്ള ചിന്ത വരും. പക്ഷേ കർത്താവിന്റെ ആത്മാവ് നമ്മളോടൊക്കെ സംസാരിച്ചു. എന്റെ വാക്ക് വിശ്വസിക്കുക എന്ന യേശുവിന്റെ വാക്ക് വിശ്വസിക്കുവാൻ പരിശുദ്ധാത്മാവിന്റെ സന്ദേശം അറിയിച്ച സുവിശേഷത്തെ നമുക്ക് വിശ്വസിക്കാൻ ഭാഗ്യം ലഭിച്ചതുകൊണ്ട് നമുക്ക് മാറ്റം വരുവാൻ ഇടയാക്കുന്നു. കർത്താവ് പറഞ്ഞു, എന്റെ വാക്ക് വിശ്വസിക്കുക. നിങ്ങൾ പിതാവിനെ നമസ്കരിക്കുന്നത് ഈ മലയിലും അല്ല യെരൂശലേമിലും അല്ല എന്നുള്ള നാഴിക വരുന്നു. പറഞ്ഞു, ഇതുവരെയുള്ള ആരാധന നീ പറഞ്ഞതനുസരിച്ച് ഈ ദേശത്ത് ശമര്യ ആരാധനയും ശമര്യ ജാതിയുടെ ആരാധനയും സമ്മിശ്ര ആരാധനയാണ്. 5 ജാതികളുടെ ആരാധന 7 ദേവന്മാരുള്ള ബന്ധത്തിൽ അവരുടെ രീതിയിൽ ചെയ്തു പോന്നു. അതോടൊപ്പം തന്നെ പണ്ട് അവർ ദൈവത്തെ അറിഞ്ഞിരുന്നവിടെ മാർക്കും പറഞ്ഞതുകൊണ്ട് അതുകൂടി അവർക്കറിയാം. അങ്ങനെ 6 രീതിയിലുള്ള മാർക്കും അവർക്കറിയാം. അതിനെല്ലാം ദൈവം ചെയ്തു. ഇതിനകത്ത് ഉൾക്കൊള്ളുന്നത് ചുറ്റുമുള്ള എല്ലാ ജാതികളെ ഉൾപ്പെടുത്തി കർത്താവ് ജാതീയ ആരാധന മലകളെ കേന്ദ്രീകരിച്ച് നടക്കുമ്പോൾ യഹൂദന്റെ ആരാധന യെരൂശലേമിനെ നോക്കിക്കൊണ്ടാണ്. നമുക്കറിയാം, ആദ്യം പണിത യേശു ദേവാലയം, അത് അതിനുശേഷം അവിടെ തന്നെ ആലയം പണിയുന്ന ഇപ്പോഴും അതിനുവേണ്ടി നിൽക്കുന്ന അവർ ആ സ്ഥലത്തിനാണ് പ്രാധാന്യത കൊടുക്കുന്നത്. ആ സ്ഥലമാണ് അവിടെ പ്രധാനമായിട്ടുള്ളത്. എന്നിട്ട് കഥ പറഞ്ഞു,
നിങ്ങൾ അറിയാത്തതിനെ നമസ്കരിക്കുന്നു, ഞങ്ങളോ അറിയുന്നതിനെ നമസ്കരിക്കുന്നു. രക്ഷ യഹൂദന്മാരുടെ ഇടയിൽ നിന്നല്ലോ വരുന്നത്. കർത്താവ് പറയുക, കർത്താവിനോട് ദൈവം പറഞ്ഞു, നീ എന്റെ വാക്ക് വിശ്വസിക്കുക. സംഭവിക്കാൻ പോകുന്ന കാര്യം ഞാൻ പറയാം, നിന്റെ ഭൂതകാലം ഞാൻ പറഞ്ഞല്ലോ. പറഞ്ഞു എന്താ? ഇതായിരുന്നു നിന്റെ പശ്ചാത്തലം, ഇതാ ഇപ്പോഴത്തെ സാഹചര്യം, ഇതാ ഇപ്പോഴത്തെ ഇപ്പം ഭൂതകാലം പറഞ്ഞു കൊടുത്തു. കർത്താവ് ദൈവം സംസാരിക്കുമ്പോൾ ഭൂത, വർത്തമാന, ഭാവി കാലം വെളിപ്പെടുത്തി തരും. ശമരിയ സ്ത്രീയോട് പറയാം, നിന്റെ ഭൂതകാലം ഇതായിരുന്നു, വർത്തമാന കാലം ഇതാണ്. അപ്പോൾ ഏതാണെന്ന് പോലും നിനക്ക് അറിയത്തില്ല, ആകെ കൺഫ്യൂഷനാണ്. ഇന്ന് പകൽ സമയം ആരെങ്കിലും ഇങ്ങനെ ഭൂതകാലവും വർത്തമാനത്തെക്കുറിച്ചും കാഴ്ചപ്പാടില്ലാതെ അറിയത്തില്ലെങ്കിൽ, കൺഫ്യൂഷനാണെങ്കിൽ, കർത്താവ് സംസാരിക്കുമ്പോൾ ഭൂതകാലവും മനസ്സിലാകും, വർത്തമാനകാലവും മനസ്സിലാകും, ഭാവി കാലവും മനസ്സിലാകും. ഭൂത, വർത്തമാന, ഭാവി കാലത്തെ കുറിച്ച് വ്യക്തമായി ഗ്രഹിച്ചെടുക്കണമെങ്കിൽ ഒരു മനുഷ്യന്റെ ഭൂതകാലം, വർത്തമാനകാലം, അവന്റെ ഭാവി കാലം മനസ്സിലാക്കണമെങ്കിൽ യേശു സംസാരിക്കണം. ക്രിസ്തുവിന്റെ വചനം കേൾക്കുമ്പോഴാണ് ഭൂതവർത്തമാന ഭാവിയെ കുറിച്ചുള്ള കാഴ്ചപ്പാട് ലഭിക്കുന്നത്. അതുവരെ ചിലതൊക്കെ നമുക്ക് അറിയത്തുള്ളൂ ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് നമുക്കറിയാം, ഞാൻ ആരായിരുന്നു, ഇന്ന് ഞാൻ ആരാകണം, നാളെ ഞാൻ ആരാകും എന്നുള്ള കാഴ്ചപ്പാടുള്ള അറിയാവുന്നവരാണ് ദൈവമക്കൾ. പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാവരും ലോകത്തുനിന്ന് മാറ്റപ്പെടേണ്ടവരാണ്. ഇത് മാത്രമുള്ളവരെ ആരുമില്ല കേട്ടോ. അപ്പൊ ഇവിടെ എല്ലാവരും ലോകത്തുനിന്ന് മാറ്റപ്പെടും. കാലങ്ങൾ അതിന്റെ സമയത്തിനനുസരിച്ച് ഒന്നെങ്കിൽ മാറ്റപ്പെടല കർത്താവ് വരും. രണ്ട് സംഭവം നടക്കും. പ്രാർത്ഥിച്ചോളണം, ആഗ്രഹിച്ചോളണം, കർത്താവെ നീ ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ആ സ്ഥലത്തേക്ക് എത്തുവാൻ എന്നെയും എന്റെ പ്രിയപ്പെട്ടവരെയും യോഗ്യരാക്കണമേ എന്ന് പ്രാർത്ഥിച്ചോളണം. ഇവിടെ ഭാവി അതാണ്. ഈ ലോകത്തിന്റെ ജീവിതത്തിൽ നമ്മൾ ഭാവികളായിരുന്നപ്പോൾ നമ്മെ തേടി വന്ന ക്രിസ്തു മുഖാന്തരം നമ്മളെ ശുദ്ധീകരിച്ച് ദൈവമക്കളാക്കി തീർത്തു. നമുക്ക് കിട്ടുന്ന ഭാവി വാഗ്ദാനം അവനോടുകൂടെ ചേരാമെന്നുള്ളതാണ്. ആ ഒരു കാഴ്ചപ്പാടിൽ എപ്പോഴും ആയിരിക്കണം. അതുകൊണ്ടാണ് ഈ ലോക ജീവിതത്തിൽ ജീവിക്കുമ്പോൾ ആ ഭാവി പ്രത്യാശ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. ഇതാണ് ഇവർക്ക് വെളിപ്പെടുത്തി കർത്താവ് കൊടുത്തത്. ഭൂതകാലം പറഞ്ഞു കൊടുത്തു, രീതിയുടെ മ്ലേച്ഛതകളെയും പാപത്തെക്കുറിച്ച് വെളിപ്പെടുത്തി. അതിനുശേഷമായ വർത്തമാനകാലത്തിൽ നീ കൺഫ്യൂഷൻ തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥയാണ്. എന്നാൽ ഭാവി കാലം വരാൻ പോകുക, അത് വരുത്താൻ വേണ്ടി, പ്രത്യാശയുള്ള കാലം വരുത്താൻ വേണ്ടി, സംശയം മാറ്റാൻ വേണ്ടിയാണ് ദൈവമായ കർത്താവ് തന്റെ പുത്രനെ ഭൂമിയിലേക്ക് അയച്ചത്. അതുകൊണ്ട് പറയാണ്, യഹൂദന്മാരുടെ ഇടയിൽ നിന്നല്ലോ രക്ഷ വരുന്നത്. ഞാൻ പറഞ്ഞു, ഈ സ്ഥിതിക്ക് മാറ്റം വരാൻ പോകുകയാണ്. മാറ്റം വന്നിട്ട് യഹൂദന്മാരുടെ ഇടയിൽ നിന്ന് യഥാർത്ഥമായ രക്ഷയായിരിക്കുന്ന യേശു ക്രിസ്തുവിനെയാണ് കർത്താവ് വെളിപ്പെടുത്തി കൊടുത്തത്. യഹൂദന്മാരുടെ ഇടയിൽ നിന്ന് വന്ന രക്ഷ ക്രിസ്തുവാണ്. ജനപ്രകാരം ക്രിസ്തു അവരിൽ നിന്നല്ലോ ജനിച്ചത്. അപ്പോൾ യഹൂദന്മാരുടെ ഇടയിൽ നിന്ന് ഒരു നക്ഷത്രം ഉദിക്കുമെന്നുള്ള വിലയാൻ പ്രവേശിച്ചിരുന്നു. അപ്പോൾ ആ യഹൂദന്മാരുടെ ഇടയിൽ നിന്ന് രക്ഷകനായിരിക്കുന്ന ക്രിസ്തു, വാഗ്ദത്ത സന്തതിയായിരിക്കുന്ന യേശു ക്രിസ്തു, മനുഷ്യവംശത്തെ വിടിവിക്കുന്ന യേശു വന്നു കഴിയുമ്പോൾ, അവൻ രക്ഷ പ്രവർത്തിക്കുമ്പോൾ, ലോകത്തിന്റെ മധ്യഭാഗത്ത് ദൈവം തന്റെ രക്ഷ പ്രവർത്തിച്ചു. രക്ഷകണമായിരിക്കുന്ന പ്രവൃത്തി യേശു പ്രവർത്തിച്ചത് അത് യുദ്ധം ചെയ്തല്ല, ഭൗമികമായി യുദ്ധം നടത്തിയല്ല രക്ഷ നടന്നത്. നമുക്കറിയാം, അതിനു മുമ്പുള്ള യഹൂദന്മാരുടെ യുദ്ധങ്ങളെല്ലാം ദൈവം തന്നെ നയിച്ച യുദ്ധങ്ങൾ ഭൗമികമായിരിക്കുന്ന യുദ്ധങ്ങളായിരുന്നു. അതിലവരെ ജയാളികളായിട്ടുണ്ട്. ദൈവം നയിച്ചപ്പോഴൊക്കെ ജയാളികളായിട്ട് ഒരിക്കലും പരാജയപ്പെട്ടു പോയിട്ടില്ല. കഥ പറഞ്ഞു, അങ്ങനെ ഒരു ഭൗമികമായിരിക്കുന്ന യുദ്ധത്തിലൂടെയല്ല ഒരു സാമ്രാജ്യത്വം, രാജ്യം സ്ഥാപിക്കാൻ പോകുന്നത്. ആത്മീയ ദൈവരാജ്യം സ്ഥാപിക്കാൻ വേണ്ടിയാണ് യേശു വന്നത്. അതിനുവേണ്ടി മനുഷ്യനെ രക്ഷിപ്പാൻ, അവന്റെ ആത്മരക്ഷയ്ക്ക് വേണ്ടി, അവനെ വിടിവിക്കാൻ, ഉദ്ധരിക്കാൻ വേണ്ടി യേശുവിന്റെ രക്ഷയെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞത്. അപ്പൊ ഭൂമിയുടെ മധ്യഭാഗത്ത് നിന്നാണ്, യഹൂദന്മാരുടെ ഇടയിൽ നിന്നാണ് യേശു ഉദിച്ചത് എന്നാണ് ഇവിടെ പറയുന്നത്. യഹൂദന്മാരുടെ ഇടയിൽ നിന്നല്ലോ
രക്ഷ വരുന്നത്. ഇപ്പോൾ വന്നും ഇരിക്കുന്നത് പറഞ്ഞു, ഇപ്പോൾ വന്നും ഇരിക്കുന്നു. വർത്തമാനകാലം അവളോട് പറയുമ്പോൾ നമ്മളെ സംബന്ധിച്ച് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇപ്പോൾ അത് ഭൂതകാലമായിട്ട് വരും. പക്ഷെ കഥ പറഞ്ഞു, ഞാൻ പറഞ്ഞല്ലോ, ഭൂതകാലം വെളിപ്പെടുത്തി കൊടുത്തിട്ട് വർത്തമാനകാലത്തെ കുറിച്ച് ദൈവമൊക്കെ കാഴ്ചപ്പാട് കൊടുക്കുക. ദൈവം സംസാരിക്കുമ്പോൾ സ്പഷ്ടമായി സംസാരിക്കും, വ്യക്തമായി സംസാരിക്കും, മനസ്സാകേണ്ട വിധത്തിൽ സംസാരിക്കും. അവർക്ക് മനസ്സാകുന്ന രീതിയിൽ സാധിക്കും. ഇപ്പം അവിടെ പറഞ്ഞ കാര്യങ്ങൾ സംസാരിച്ച കാര്യങ്ങൾ അതുപോലെ എഴുതി വെച്ചിട്ടില്ല, എന്നാൽ അവർക്ക് മനസ്സാകുന്ന രീതിയിലുള്ള അതിനകത്ത് പ്രധാനപ്പെട്ട പോയിന്റുകളാണ് പരിശുദ്ധമായി രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇങ്ങനെയല്ല സംസാരിക്കുന്നത്. അപ്പൊ അതിന്റെ അകത്ത് പ്രധാനപ്പെട്ട കാര്യങ്ങളെ എടുത്താണ് രേഖപ്പെടുത്തിക്കുന്നത്. അവർക്ക് മനസ്സിലാകുന്ന രീതിയിലാണ് യേശുവോട് സംസാരിച്ചത്. അതിനെ യോഹന്നാൻ എഴുതിയപ്പോൾ, ആത്മപ്രേത എഴുതിയപ്പോൾ അതിനകത്ത് പ്രധാനപ്പെട്ട ഭാഗങ്ങളെ എടുത്താണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. നമുക്ക് വായിക്കുമ്പോൾ അത് പെട്ടെന്ന് അങ്ങനെ അത് മനസ്സിലാകത്തില്ലെങ്കിൽ അന്ന് കർത്താവ് സംസാരിച്ച് മുഴുവൻ രേഖപ്പെടുത്തിയിട്ടില്ല. അവർക്കത് മനസ്സിലാകുന്ന ഭാഷയിലും ശൈലിയിലുമാണ് ദൈവത്തോട് സംസാരിച്ചത്. അതിൽ അവർക്കതൊക്കെ പറയുന്നത് മനസ്സിലാകുന്നുണ്ടെന്നുള്ളത് തുറന്നുള്ള അവരുടെ പ്രതികരണത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്നാൽ നമുക്കത് മുഴുവൻ എഴുതിയിട്ടില്ലെങ്കിലും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമുക്കത് ഓർപ്പിച്ച് തരിക, വെളിപ്പെടുത്തി തരികയാണ് ചെയ്യുന്നത്. ഇപ്പൊ പ്രധാനപ്പെട്ട ഒന്നും വിട്ടുകളയാതെ അത് വായിക്കുമ്പോൾ അതിൻ്റെ അകത്തുനിന്ന് അർത്ഥം മനസ്സിലാക്കി എടുക്കത്തക്ക രീതിയിലാണ് വേദപുസ്തകം തിരുവചനം രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ടാണ് നമുക്കതിൽ നിന്ന് ആഴങ്ങൾ മനസ്സിലാക്കി കിട്ടുന്നത്. ഓരോ ദിവസം നമ്മൾ പഠിക്കുമ്പോഴും സംസാരിക്കുമ്പോഴും ഒക്കെ അതിന്റെ ആഴങ്ങൾ മനസ്സിലാക്കുന്നത് പരിസരമാവ് ഓർപ്പിച്ച് തരും. ക്രിസ്തു പറഞ്ഞത് മുഴുവനും രേഖപ്പെടുത്തിയിട്ടില്ല. അത് രേഖപ്പെടുത്തിയാൽ ലോകത്തിലൊന്നും ഒതുങ്ങത്തില്ല. അവൻ ചെയ്തെല്ലാം പറഞ്ഞതെല്ലാം അതുപോലെയല്ല. പക്ഷെ അതിന് വേണ്ട രീതിയിൽ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടി പരിശുദ്ധാത്മാവ് എഴുതിയത് കൊണ്ട് പരിശുദ്ധാത്മാവ് തന്നെ നമുക്കതിനെ വ്യാഖ്യാനിച്ചത്. പറഞ്ഞ കഥ പറഞ്ഞു, രക്ഷയത് മഴയിൽ നിന്ന് വരുന്നത് സത്യ നമസ്കാരികൾ പിതാവിനെ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കുന്ന നാഴിക വരുന്നു, ഇപ്പോൾ വന്നുമിരിക്കുന്നു. സത്യനമസ്കാരികൾ നിങ്ങൾ അറിയാത്തതിനെ നമസ്കരിക്കുന്നു, ഞങ്ങളോ അറിയുന്നതിനെ നമസ്കരിക്കുന്നു. കഥ പറഞ്ഞു, നിങ്ങൾ അറിയാത്തതിനെ നമസ്കരിക്കുന്നു. നിങ്ങൾക്ക് അറിയത്തില്ല 5 ജാതി 7 ദേവന്മാർ. അല്ലാതെ ആരെ ആരാധിക്കണമെന്ന് പറയപ്പെടുന്നു. അങ്ങനെയാണ്. ആരെ ആരാധിക്കണമെന്ന് ആർക്കും ആരാധിക്കുമ്പോൾ ഏതാണ് ദൈവമെന്നറിയാതെ സകലതും ദൈവമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആരാധിക്കുന്നവരുണ്ടോ? അവർക്ക് ഈ ദിവസങ്ങൾ സത്യം മനസ്സിലാകാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കും. നമ്മൾ ഒരു കാലത്ത് അങ്ങനെയായിരുന്നു. എന്നാൽ പ്രധാന കൃപയാൽ അന്തരംഗത്തിൽ സത്യം അന്വേഷിച്ച ദൈവം അന്തരംഗത്തിൽ സത്യം കണ്ടെത്തിയപ്പോൾ ക്രിസ്തുവാകുന്ന ജ്ഞാനമാകുന്ന മർമ്മത്തെ വെളിപ്പെടുത്തി തന്നത് മുഖാന്തരമായി നമുക്ക് പ്രാപിച്ചെടുപ്പാൻ കഴിയാത്തത്. കർത്താവ് അന്നത്തെ പ്രസന്റ് സിറ്റുവേഷൻ ദൈവം പറയുക, യഹൂദന് അറിയാമായിരുന്നു സത്യാരാധന. അന്നത്തെ സത്യാരാധന അവർക്കറിയാമായിരുന്നു. പക്ഷെ അതിന്റെ കാലം മാറാൻ പോവുക. അല്ലാതെ അറിഞ്ഞിരുന്ന ആ സത്യത്തിനനുസരിച്ചാണ് യഹൂദ പാരമ്പര്യവും എരിശ ദേവാലയവും ഒക്കെ പണിയപ്പെട്ടത് ദൈവത്താൽ സ്ഥാപിതമായതാണ്. അവരറിഞ്ഞ് ദൈവത്തെ തേജസ് കണ്ട് അവർക്ക് കൊടുത്ത കാര്യങ്ങളാണ്. എന്നാൽ അറിയാത്തതാണ് ഞങ്ങൾ നമസ്കരിക്കുന്നത്. ഇത് പറഞ്ഞ് സത്യം നമസ്കരിക്കുന്നതിന് മാറ്റം വന്നിട്ട് യഹൂദന്മാരുടെ ഇടയിൽ നിന്ന് രക്ഷയാകുന്ന ഞാൻ മുഖാന്തരം ഇവിടെ ആരംഭിക്കാൻ പോകുന്ന ആരാധന ശമരിയ മലയിലെ ആരാധനയല്ല, യെരുശലേമിലെ ആരാധനയുടെ അർത്ഥം ഏതെങ്കിലും സ്ഥലത്തോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആരാധനയല്ല. യഥാർത്ഥമായ ആരാധന അത് സത്യ നമസ്കാരികൾ പിതാവിനെ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കുന്ന നാഴിക വരുന്നു, ഇപ്പോൾ വന്നുമിരിക്കുന്നു. തന്നെ നമസ്കരിക്കുന്നവർ ഇങ്ങനെയുള്ളവർ ആയിരിക്കണം എന്ന് പിതാവ് ഇച്ഛിക്കുന്നു. ദൈവം ആത്മാവാകുന്നു, അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം എന്ന് യേശു അവളോട് പറയട്ടെയാത്തത്. ഈ സത്യാത്മാവിന്റെ ആരാധന ആണ്. അത് സ്ഥലകാല പരിമിതികളില്ലാത്തതാണ്. പണ്ടുള്ളതിനെല്ലാം സ്ഥലത്തിനും പരിമിതികളൊക്കെ ഉണ്ടായിരുന്നു, സമയത്തിനും പരിമിതി ഉണ്ടായിരുന്നു. നമുക്കറിയാം, സായന്റെ പെരുന്നാളുകൾ ഇത്രാം മാസം ഇത്രാം ദിവസമൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ പുതിയ നിയമത്തിൽ വന്നപ്പോൾ അങ്ങനെയുള്ള ഒരു ദിവസങ്ങളിൽ നീ പറഞ്ഞിട്ടില്ല. നാം എപ്പോഴും സത്യാത്മാവിന്റെ ആരാധനക്കാരാണ്. ഏതെങ്കിലും ഒരു പ്രത്യേക സ്ഥലത്ത് കടന്നുപോയി ആരാധികൾ പറഞ്ഞില്ല. നിങ്ങൾ എല്ലാവരും ബാംഗ്ലൂർ പോയി ആരാധികൾ പറഞ്ഞിട്ടില്ല. നമുക്ക് കോട്ടയത്ത് പോയാൽ അങ്ങനെ പറഞ്ഞിട്ടില്ല. നിങ്ങൾ എവിടെയാണോ നിങ്ങൾക്ക് ആരാധിക്കാൻ പറ്റുന്ന അവിടെ ആരാധിക്കുക. അത് വീട്ടിൽ ആരാധിക്കാം,
ആരാധനയെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് സമൂഹമായിട്ടുള്ള കോൺഗ്രിഗേഷൻ ആരാധനയുണ്ട്, കുടുംബത്തിലുള്ള ആരാധനയുണ്ട്, വ്യക്തിപരമായ ആരാധനയുണ്ട്. ഇങ്ങനെ ആരാധന വിവിധ രീതിയിലാണ്. ഒരുമിച്ച് കൂടി ആരാധിക്കുമ്പോൾ അത് സമാരാധനയാകും. കുടുംബത്തിലെല്ലാവരും കൂടി പാട്ടുപാടി ആരാധിക്കുമ്പോൾ അത് കുടുംബാരാധനയാണ്. അതുകൂടാതെ ഒറ്റയ്ക്ക് ആരാധിക്കുമ്പോൾ ദൈവത്തെ മഹത്വപ്പെടുത്തി അത് വ്യക്തിപരമായ ആരാധന. ഇതിനൊന്നും പറഞ്ഞല്ലോ പ്രത്യേകമായിരിക്കുന്ന ഈ കൂടിവരവിനുള്ള സ്ഥലമുണ്ട്. നമുക്ക് ഇന്ന സ്ഥലം വേണമെന്നില്ല, ഇന്ന പ്രത്യേക സ്ഥലമുണ്ട്. ലോഡ്ജിൽ ആരാധിക്കാം, വിഷുതണിൽ ആരാധിക്കാം, ഗുഗയിൽ ആരാധിക്കാം, എവിടെ വേണ്ട ആരാധിക്കാം. നമ്മൾ ആരാധിക്കുന്ന സ്ഥലത്തിന്റെ പ്രത്യേകതയല്ല നമുക്കുള്ളത്. നമുക്ക് ആരാധനയ്ക്ക് വേണ്ടി പ്രത്യേക സാധനങ്ങളോ സാമഗ്രികളോ വേണ്ട. സത്യാത്മാവിന്റെ ആരാധനയ്ക്ക് സാധന സാമഗ്രികളൊന്നും വേണ്ട. പാരമ്പര്യ ആരാധനകൾക്ക് അതിനായിട്ടുള്ള ചട്ടവട്ടങ്ങളും കാര്യങ്ങളുമുണ്ട്. അതുകൊണ്ടാണ് ആരാധനയുടെ ബന്ധത്തിൽ കർത്താവ് കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിൽ അതിന്റെ കുറിച്ച് കാര്യങ്ങൾ വളരെ വ്യക്തമാക്കി രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. 2 കൊരിന്ത്യർ 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഇവിടെ കാണുന്നത് 4-ാം അധ്യായം. അവൻ ഞങ്ങളെ പുതിയ നിയമത്തിന്റെ ശുശ്രൂഷകന്മാരാക്കുവാൻ പ്രാപ്തന്മാരാക്കി. അക്ഷരത്തിന്റെ ശുശ്രൂഷന്മാരല്ല, ആത്മാവിന്റെ ശുശ്രൂഷന്മാരത്തിലെ അക്ഷരം കൊല്ലുന്നു, ആത്മാവോ ജീവിപ്പിക്കുന്നു. എന്നാൽ കല്ലിൽ അക്ഷരമായി കൊത്തിയിരുന്ന മരണ ശുശ്രൂഷ നീക്കം വരുന്നതായ മോശയുടെ മുഖ തേജസ്സമൊത്ത ഇസ്രായേൽ മക്കൾക്ക് അവന്റെ മുഖത്ത് നോക്കിക്കൂടാതെ വണ്ണം തേജസ്സുള്ളതായെങ്കിൽ ആത്മാവിന്റെ ശുശ്രൂഷ അധികം തേജസ്സുള്ളതാകുകയില്ലയോ? ശിക്ഷാവിധിയുടെ ശുശ്രൂഷ തേജസ്സാകുന്നുവെങ്കിൽ നീതിയുടെ ശുശ്രൂഷ തേജസ്സേറിയതായിരിക്കും. അതെ, തേജസ്സോട് കൂടിയത് ഈ കാര്യത്തിൽ ഈ അതിമഹത്തായ തേജസ് നിമിത്തം ഒട്ടും തേജസ്സില്ലാതായി. നീക്കം വരുന്നത് തേജസ്സുള്ളതായിരുന്നെങ്കിൽ നിലനിൽക്കുന്നത് എല്ലാം നിലനിൽക്കുന്ന എത്രയധികം തേജസ്സുള്ളതായിരിക്കും. ഈ വിധം പ്രത്യാശയുള്ളവരായി ഞങ്ങൾ വളരെ പ്രാഗൽഭ്യത്തോടെ സംസാരിക്കുന്നു. നീങ്ങിപ്പോകുന്നതിന്റെ അന്തം ഇസ്രായേൽ മക്കൾ കാണാതെ വണ്ണം മോശ തന്റെ മുഖത്ത് മൂടുപടം വിട്ടതുപോലെ അല്ല. എന്നാൽ അവരുടെ മനസ്സ് കഠിനപ്പെട്ടു പോയി. പഴയ വായിക്കുമ്പോഴൊക്കെയും ആ മൂടുപടം നീങ്ങാതെ എന്ന് പറഞ്ഞിരിക്കുന്നുവല്ലോ, അത് ക്രിസ്തുവിൽ നീങ്ങിപ്പോകുന്നു. മോശയുടെ പുസ്തകം വായിക്കുമ്പോൾ മൂടുപടം ഇന്നിയോളം അവരുടെ ഹൃദയത്തിന്മേൽ കിടക്കുന്നു. കർത്താവിലേക്ക് തിരിയുമ്പോഴോ മൂടുപടം നീങ്ങിപ്പോകും. അതുപോലെയാണ് 17-ാം വാക്യം, കർത്താവ് ആത്മാവാകുന്നു, കർത്താവിന്റെ ആത്മാവുള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. അതേ വചനമാണ് ഇവിടെയും പറഞ്ഞിരിക്കുന്നത്. കർത്താവ് പറഞ്ഞു, ഇപ്രകാരം പറഞ്ഞു, അതിന്റെ 24-ാം വാക്യം, ദൈവം ആത്മാവാകുന്നു, കർത്താവ് ആത്മാവാകുന്നു, പരിശുദ്ധാത്മാവ് ആത്മാവാകുന്നു. അതുകൊണ്ട് ഞാൻ പറയാം, ഇവിടെ കർത്താവ് എന്ന് പറയുന്ന ക്രിസ്തുവിനെ കുറിച്ചാണ്, പിതാവാം ദൈവത്തെ കുറിച്ചാണ് ആത്മാവെന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കർത്താവ് ആത്മാവാകുന്നു, വചനമാകുന്ന ക്രിസ്തു കർത്താവ് ആത്മാവാകുന്നു, പരിശുദ്ധാത്മാവ് ആത്മാവാകുന്നു, ദൈവം ആത്മാവാകുന്നു, ദൈവിക തൃത്വം. അപ്പം ആത്മാവാം ദൈവത്തെ നമസ്കരിക്കുന്നവർ എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തു അവൻ കർത്താവാണ്, കർത്താതി കർത്താവും രാജാതിരാജാവും. അവൻ കർത്താവായതുകൊണ്ട് അവൻ ആരാധനയ്ക്ക് യോഗ്യനാണ്. അതുകൊണ്ടാണ് ഇവിടെ ഞാൻ ഈ വചനം അതുമായിട്ട് ബന്ധപ്പെടുത്തി എടുത്ത് ചിന്തിപ്പിക്കുന്നത്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് 24-ാം വാക്യം, ദൈവമാത്മാവാകുന്നു, അവനെ നമസ്കരിക്കുന്ന ആത്മാവിനെ സത്യത്തിൽ നമസ്കരിക്കണം എന്ന് പറഞ്ഞതുപോലെ. എന്നിട്ട് 2 കർത്താവ് ആത്മാവാകുന്നു, കർത്താവിന്റെ ആത്മാവുള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. എന്ത് സ്വാതന്ത്ര്യമുള്ളത്? ഏത് സ്വാതന്ത്ര്യമാ കർത്താവിന്റെ ആത്മാവുള്ളിടത്തുള്ളത്? ആ സ്വാതന്ത്ര്യം എബ്രായ ലേഖനത്തിൽ പൗലോസ് വളരെ വ്യക്തമായി രേഖപ്പെടുത്തുവാനായിരുന്നു. പഴയ നിയമത്തിൽ സ്വാതന്ത്ര്യമില്ലായിരുന്നു. അവർക്ക് കടന്നു പോകുന്നതിന് പരിധി ഉണ്ടായിരുന്നു, അതിന് പല കാര്യങ്ങളുണ്ടായിരുന്നപ്പോൾ പുതിയ നിയമത്തിൽ ദൈവം തന്നിരിക്കുന്ന സ്വാതന്ത്ര്യം അത് എബ്രായ ലേഖനം 4-ാം അധ്യായം 16-ാം വാക്യം വായിക്കും. അതുകൊണ്ട് കരുണ ലഭിപ്പാനും തത്സമയത്ത് സഹായത്തുള്ള കൃപ പായിപ്പനുമായി നാം
ധൈര്യത്തോടെ കൃപാസനത്തിന് അടുത്ത് ചെല്ലുക. സ്വാതന്ത്ര്യമുള്ളിടത്ത് ധൈര്യമുണ്ട്, സ്വാതന്ത്ര്യമില്ലാത്തത് ഭയമാവുന്നു. നമ്മൾ എന്റെ പിതാവേ എന്ന് വിളിക്കുന്നത് അത് ഭയത്തോടെ സ്നേഹത്തോടെ വിളിക്കുമ്പോൾ ഞാൻ പറഞ്ഞ ധൈര്യമായിട്ടുണ്ട്. എനിക്കത് വിളിക്കാൻ യോഗ്യനാക്കി തീർത്തതിന്റെ പിൻപിൽ ഒരു വിശുദ്ധിയുടെ പ്രമാണമുണ്ട്. പഴയ നിയമത്തിൽ പാപം നീങ്ങാതിരുന്നത് കൊണ്ട് അത് സ്വാതന്ത്ര്യമായിരുന്നില്ല. എന്നാൽ കർത്താവ് മുഖാന്തരമായി രക്ഷ വരുത്തി നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചപ്പോൾ അബ്ബാ പിതാവേ എന്ന് വിളിച്ചുകൊണ്ട് നമുക്ക് ആ സുഖത്തിന്റെ ആത്മാവിൽ പിതാവിന്റെ സന്നിധിയിലേക്ക് കടന്നു ചെല്ലുവാനുള്ള സുഖത്തിന്റെ ആത്മാവിനെ തന്നതുകൊണ്ടാണ് പുതിയ നിയമത്തിന്റെ ആരാധന സ്വാതന്ത്ര്യത്തിന്റെ ആരാധനയായി. 11 മണിക്ക് എഴുന്നേറ്റ് പ്രാർത്ഥിക്കണമെന്നോ 12 മണിക്ക് എഴുന്നേറ്റ് 1 മണിക്ക് എഴുന്നേറ്റ് പ്രാർത്ഥിക്കണമെന്നോ വ്യവസ്ഥ പുതിയ നിയമത്തിൽ എഴുതി വെച്ചിട്ടില്ല. ആർക്കും ലോകത്തിന്റെ ഏത് സ്ഥലത്തും ഏത് സമയത്തും എഴുന്നേറ്റ് പ്രാർത്ഥിക്കാവനെ ആരാധിക്കാം. ആത്മാവിന്റെ സ്വാതന്ത്ര്യം ആരാധന. അപ്പോൾ പഴയ നിയമത്തിൽ ഇസ്രായേൽ ഒരു രാഷ്ട്രമായി പ്രത്യേകമായിട്ടുള്ളതുകൊണ്ട് അവർക്ക് മാസങ്ങളും കാലങ്ങളും കൊടുത്തിരുന്നാൽ പുതിയ നിയമത്തിൽ അങ്ങനെ കൊടുക്കാതിരിക്കുന്നത് അത് സർവ്വലോകത്തിലുമുള്ളതായതുകൊണ്ട് സമയവ്യത്യാസമുണ്ട്. ഇവിടെ എല്ലാവരും ഞായറാഴ്ച ആരാധിക്കണമെന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ ഞായറാഴ്ച ആരാധിക്കുമ്പോൾ മറുഭാഗത്ത് അവിടെ ശനിയാഴ്ചയോ തിങ്കളാഴ്ചയോ സമയവ്യത്യാസമുണ്ട്. അപ്പോൾ പ്രത്യേക സമയം പറ്റും. അതുകൊണ്ടാണ് ഇസ്രായേലത്തിൽ ചെറിപ്പോയ ആൾക്കാരെല്ലാം കൂട്ടി വരുത്തി അവിടെ അവർ ഒരുമിച്ച് ആരാധിച്ചത്. കാരണം ആ സ്ഥലത്ത് വന്നാലേ ആ ദിവസം ഒക്കത്തു. ചെറിപ്പോയ പല സ്ഥലങ്ങളിൽ എന്തിനാ ഒരു പെന്തക്കോസ്ത് പെരുന്നാൾ അവിടെ കൂടി വന്ന് ആചരിച്ചതിന് വേണ്ടിയാ. കാരണം സമയ വ്യത്യാസമുണ്ട്, ദിവസ വ്യത്യാസമുണ്ട്. ഇവ ഞാൻ കഴിക്കുന്ന സമയത്തില്ല, അവിടെ സന്ധ്യാസമയം ആകുമ്പോൾ നേരം പോയി. മനസ്സിലായോ? ഒരു പ്രമാണം അനുസരിച്ച് പെസക എപ്പോൾ അറക്കണം എന്നുള്ളത് പ്രമാണമാണ്. പക്ഷെ പ്രമാണം അനുസരിച്ച് ഏഷ്യമിൽ ഒരുവൻ പെസക ആചരിക്കുമ്പോൾ ഇന്ത്യയിലിരുന്നാണ് ആചരിക്കുന്നെങ്കിൽ അമേരിക്കയിൽ നിന്ന് ആചരിക്കുന്നെങ്കിൽ സമയവ്യത്യാസം മാറ്റമുണ്ട്. ഒരേ ആരാധന ഒരേ സമയത്ത് നടത്താൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് അവർ കൂടി വന്നുകൊണ്ടിരിക്കുന്നത്. പുതിയ നിയമത്തിൽ സ്വാതന്ത്ര്യം വന്നു. നമ്മുടെ യഥാർത്ഥമായ പെസക കുഞ്ഞ് അറക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ നമുക്ക് സ്വാതന്ത്ര്യം തന്നതിനായി സ്തോത്രം. ആത്മാവുള്ള സ്വാതന്ത്ര്യമുള്ള ഈ ആത്മാവുള്ള സ്വാതന്ത്ര്യമുള്ള സത്യദൈവത്തെ ആരാധിക്കുന്ന ആരാധന ശമരിയ ജാതിക്കാരെത്തിയ സ്ത്രീയോട് പറയുക, നിലനിൽക്കുന്ന ജാതിക ആരാധനയും പാരമ്പര്യത്തിന്റെ സ്ഥലകാല ആരാധനയും സമയബന്ധിതമായിരിക്കുന്ന ആരാധനയും മാറ്റിയിട്ട് സ്വാതന്ത്ര്യമുള്ള സത്യനമസ്കാരികൾ ആരാധിക്കുന്ന പിതാവാം ദൈവത്തെ നമസ്കരിക്കുന്ന അതെ സാർവത്രികമായിരിക്കുന്ന പുതിയ നിയമ ആരാധന ഉളവാക്കുവാൻ വേണ്ടിയാണ് രക്ഷകനായി ഞാൻ വന്നിരിക്കുന്നത്, സമയമെടുത്തു വന്നിരിക്കുന്നെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതേപോലെ കഥാപാത്രങ്ങൾ പറഞ്ഞു നമസ്കരിക്കുന്ന ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം എന്നുള്ളത് ആണ്. നമസ്കരിക്കണം സത്യാത്മാവിന്റെ ആരാധന. കർത്താവ് ഈ പരിശുദ്ധാത്മാവിനെ കുറിച്ച് ആരാധനയെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞത്. പരിശുദ്ധാത്മാവിന്റെ എന്ന് പറഞ്ഞാൽ വചനത്താൽ വിശദീകരിച്ച് ആത്മാവിലും നമ്മുടെ ശരീരത്തിലും ജീവനിലും ശുദ്ധീകരണമുണ്ടായി. ആത്മാവ് ദേഹി ആത്മാവ് ശുദ്ധീകരിക്കപ്പെട്ട് ആത്മാവാം ദൈവത്തെ ആരാധിക്കണമെങ്കിൽ ഒരു ശുദ്ധീകരണം നടക്കണമായിരുന്നു. വചനത്താലുള്ള ശുദ്ധീകരണം, സത്യത്താൽ ശുദ്ധീകരണം. ഇതിന്റെ തുടർന്നുള്ള ഭാഗങ്ങൾ പറഞ്ഞത് സത്യവചനത്താൽ നിങ്ങൾ ശുദ്ധീകരിക്കപ്പെട്ടിരിക്കും. അപ്പോൾ സത്യവചനമാകുന്ന ക്രിസ്തു മുഖാന്തരമുള്ള ശുദ്ധീകരണത്തിൽ നിന്ന് നമ്മുടെ ദേഹവും ദേഹിയും ആത്മാവിനും വിടുതലാണ് കിട്ടിയത്, സ്വാതന്ത്ര്യമാണ് കിട്ടിയത്. അങ്ങനെ സ്വാതന്ത്ര്യം പ്രാപിച്ചവരുടെ ആരാധന വെളിപ്പെട്ടത് പെന്തക്കോസ്ത് നാളിലാണ്. കർത്താവ് നാഴിക വരുന്നു, വന്നുമിരിക്കുന്നു പറഞ്ഞിരിക്കുന്നു. അപ്പോൾ യേശുക്രിസ്തു ലോകത്തിൽ വന്നത് ഈ ആരാധന ഇവിടെ ഉളവാക്കിയെടുക്കാൻ വേണ്ടിയാണ്. തുടർന്നുള്ള 14 അധ്യായങ്ങളൊക്കെ പഠിക്കുമ്പോൾ നമുക്കത് മനസ്സിലായി. 14 അധ്യായം 16 വാക്യത്തിൽ സത്യാത്മാവ് തരാമെന്ന് കർത്താവ് പറഞ്ഞത്. 14 അധ്യായം അതിന്റെ 6 വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് 14-6 പറഞ്ഞിരിക്കുന്നത് 14-6 പറഞ്ഞിരിക്കുന്നത് പ്രകാരം 16 വാക്യത്തിൽ പറയുന്നത്, എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ സത്യാത്മാവ് എന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോട് ഇരിക്കേണ്ടത് നിങ്ങൾക്ക് തരും.
അവൻ സത്യത്തിന്റെ ആത്മാവ്. ഇവിടെ കഥ പറഞ്ഞു സത്യത്തിലും ആത്മാവിലും ആരാധന, അഥവാ പരിശുദ്ധാത്മാവിലുള്ള ആരാധന ശുദ്ധീകരണം പ്രാപിച്ച ദൈവമക്കളുടെ പുതിയ നിയമ ആരാധനയാണ്. അപ്പോൾ നമ്മൾ തുടർന്ന് ഈ ഭാഗത്തെ കുറിച്ച് ചിന്തിക്കുമെന്നാൽ എന്താണ് സത്യാത്മാവിന്റെ ആരാധന എന്ന് വെളിപ്പെടുത്താൻ വേണ്ടിയാണ് ഞാൻ ഈ ഭാഗം വായിപ്പിക്കുന്നത്. 14-ാം അധ്യായം അതിന്റെ 16-ാം വാക്യം ഇങ്ങനെ: എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ സത്യത്തിന്റെ ആത്മാവെന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോടുകൂടി ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും. അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായം അതിന്റെ 23-ാം വാക്യം വായിക്കുമ്പോൾ അന്ന് യേശു പറഞ്ഞ വചനം നിവൃത്തീകരിക്കപ്പെട്ടു. കഥ പറഞ്ഞ ഓരോ വചനവും എവിടെ നിവൃത്തീകരിക്കപ്പെട്ടു എന്ന് നാം വളരെ വളരെ കരുതലോടെ വായിച്ചു പഠിക്കാമെങ്കിൽ, മനസ്സിലാകാമെങ്കിൽ അതാണ് യഥാർത്ഥമായ ദൈവജന പഠനം. ഈ പറഞ്ഞിരിക്കുന്ന വചനമൊക്കെ നിവൃത്തീകരിക്കപ്പെടും. അത് എവിടെയാണ് അത് പൂർത്തീകരിക്കപ്പെട്ടത് എന്നുള്ള ചിന്തയോടെ, ആഗ്രഹത്തോടെ, വാഞ്ചയോടെ അന്വേഷിച്ച് വായിക്കുമ്പോഴാണ് നമുക്കത് വെളിപ്പെട്ട് മനസ്സിലായത്. ദൈവാത്മാവ് വെളിപ്പെടുത്തി തരുന്നിടത്തിനടുത്തൊന്നും അത് ഈ കഥ പറഞ്ഞ വചനം, കഥ പറഞ്ഞ എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ സത്യത്തിന്റെ ആത്മാവെന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോടുകൂടി ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും. അപ്പോൾ കഥാവ് പറഞ്ഞു സത്യാത്മാവിനെ അയക്കാം, കാര്യസ്ഥനെ അയക്കാം, പരിസൽമാനെ കുറിച്ച്. അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായം 33-ാം വാക്യത്തിൽ അവൻ ദൈവത്തിന്റെ വലഭാഗത്തേക്ക് സ്വർഗാരോപണം ചെയ്തു, പരിശുദ്ധാത്മാവെന്ന വാഗ്ദത്തം പിതാവിനോട് വാങ്ങി നിങ്ങളെ കാണുകയും കേൾക്കുകയും ചെയ്യുന്നത് പകർന്നു. കാണുകയും കേൾക്കുകയും ചെയ്യുന്നത് പകർന്നു. അപ്പൊ ദൈവാത്മാവിന്റെ ആരാധന മുഖാന്തരമായി കാണാനും കേൾക്കാനും ഉണ്ടായി. മറ്റുള്ളതൊക്കെ കണ്ടിട്ട് പോരുക, അല്ലെങ്കിൽ അവിടെയുള്ള കാര്യങ്ങൾ മാത്രം അത് റിപ്പീറ്റ് ആവർത്തിച്ചു പോരുന്ന കാര്യങ്ങളായിരുന്നു. ഈ ദൈവമായ കർത്താവ് മരിച്ചടക്കപ്പെട്ട് പാപത്തിന് പരിഹാരം വരുത്തി രക്ഷകനായി രക്ഷയുടെ ദൗത്യം പൂർത്തീകരിച്ച ശേഷമായി പിതാവിന്റെ വലഭാഗത്തേക്ക് ആരോപണം ചെയ്ത് തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല, ഞാൻ നിങ്ങളുടെ അടുക്കൽ വരും, നിങ്ങളോട് വസിക്കേണ്ടതിന് സത്യത്തിന്റെ ആത്മാവിനെ ഞാൻ ഭൂമിയിലേക്ക് അയക്കും, ഞാൻ പിതാവിനോട് വാങ്ങി അയച്ചു തരും, വാഗ്ദത്തം അയച്ചു തരും. ഇന്ന് ഈ സന്ദേശം കേൾക്കുമ്പോൾ നമ്മൾ എത്ര മഹാഭാഗ്യമുള്ളവരാണെന്നറിയാമോ? അതിന് ശിഷ്യന്മാരോട് പറഞ്ഞ ആ വാഗ്ദത്തത്തിന്റെ ആത്മാവിനെ ഭൂമിയിലേക്ക് അയച്ചപ്പോൾ അതൊന്ന് പ്രകടമായ രീതിയിൽ 2-ാം അധ്യായത്തിൽ ഇറങ്ങി വരുവാനിടയായിട്ട് വന്നു. ആ ആത്മാവിന്റെ ആരാധന യെരൂശലേമിലെ മാളികമുറിയിൽ ആരംഭിച്ചെങ്കിൽ എന്നും ആ മാളികമുറിയുടെ ആരാധന സ്ഥലമായി മാറ്റപ്പെടാതെ 2-3 പേർ എന്റെ നാമത്തിൽ എവിടെ കൂടി വന്നാലും ഞാൻ അവരുടെ നടുവിലുണ്ടെന്നുള്ള യഥാർത്ഥമായ ആരാധന, അല്ലെങ്കിൽ സത്യദൈവത്തെ ആരാധിക്കുന്ന ആരാധനക്കാരാക്കി നമ്മളെ മാറ്റിയ ദൈവത്തിന്റെ മഹാസ്നേഹത്തിന്റെ കരുതൽ ഇന്ന് മനസ്സിലാക്കണം. നമുക്ക് എത്ര സ്വാതന്ത്ര്യമാണ് ദൈവം തന്നിരിക്കുന്നത്. മർക്കോസിന്റെ മാളിക മുറിയിൽ 50-ാം ദിവസം പിതാവാം ദൈവത്തോടവൻ വാങ്ങി നമുക്ക് മനുഷ്യവംശത്തിന് വേണ്ടി വാഗ്ദത്തമായിരിക്കുന്ന ആത്മാവിനെ തന്നിരിക്കുന്നു. അത് സത്യാത്മാവിനെയാണ് തന്നിരിക്കുന്നത്. അപ്പോൾ സത്യത്തിലും ആത്മാവിലും ആരാധിക്കണമെങ്കിൽ ക്രിസ്തുയേശുവിന്റെ വചനത്താലുള്ള ശുദ്ധീകരണം, വീണ്ടെടുപ്പ്, മാനസാന്തരമുണ്ടായി രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് പഴയ മനുഷ്യൻ മരിച്ചു കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ആത്മാവ് സജീവമായി പ്രവർത്തനത്തിലാകുകയും അങ്ങനെയുള്ള ആരാധനയാണ് ബുദ്ധിയുള്ള ആരാധന എന്നുള്ളത്. അതേക്കുറിച്ച് വധിക്കുന്നത് സഭകളിലേക്ക് വധിക്കുന്ന നിങ്ങളുടെ ശരീരങ്ങളെ ദൈവത്തിന് പ്രസാദമുള്ള ബുദ്ധിയുള്ള ആരാധനയായി സമർപ്പിക്കുന്ന. അപ്പോൾ നമ്മെ ദൈവം ബുദ്ധിയുള്ള ആരാധനക്കാരാക്കി മാറ്റി, ജ്ഞാനമുള്ളവരാക്കി മാറ്റി. കാരണം അതാണ് അന്തരംഗത്തിൽ സത്യം നോക്കി ദൈവവചനത്തിന്റെ സത്യത്താൽ വിശദീകരിക്കപ്പെട്ടു കഴിഞ്ഞപ്പോൾ നമ്മുടെ അകത്ത് ദൈവത്തിന് ജ്ഞാനം തന്നു. അത് മുഖാന്തരമായി ബുദ്ധിയുള്ള ആരാധനക്കാരായി മാറ്റപ്പെട്ടു. അങ്ങനെ സത്യദൈവത്തെ ആരാധിക്കുവാൻ ഭാഗ്യം ലഭിച്ചെങ്കിൽ, ബുദ്ധി ലഭിച്ചെങ്കിൽ, ജ്ഞാനം ലഭിച്ചെങ്കിൽ
അതെത്ര മഹാഭാഗ്യമാ. ഇന്നും കോടിക്കണക്കിന് ആൾക്കാർക്ക് മറഞ്ഞിരിക്കുമ്പോൾ കൃപയാൽ ദൈവം ജ്ഞാനികൾക്കും വിവേകികൾക്കും അത് മറച്ചു വെച്ച് ശിശുക്കളായിരിക്കും നമുക്കത് വെളിപ്പെടുത്തി തന്നല്ലോ എന്ന് ഓർത്തുകൊണ്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യണം. ശിവയോട് കഥ പറഞ്ഞു, സത്യാത്മാവിന്റെ ആരാധന ഈ യെരൂശലേമിൽ ആരംഭിക്കാൻ പോകുകയാ. അതിനു മുമ്പായി ഞാൻ രക്ഷകനാണ്, ഉയർത്തപ്പെടും, രക്ഷിക്കും. പാരമ്പര്യത്തിന്റെ ചടങ്ങുകളുടെ അടിമത്തത്തിന്റെ എല്ലാ അവസ്ഥകളിൽ നിന്നും മാറ്റം വരുത്തി മനുഷ്യവംശത്തെ മോചിപ്പിച്ച് ദൈവത്തോട് അടുപ്പിക്കും. അവർ പിതാവാം ദൈവത്തെ സത്യത്തിൽ ആത്മാവിലും ആരാധിക്കും. അവർ ദൈവത്തിന്റെ കൃപാസനത്തെ അടുത്തേക്ക് അതിവിശലത്തേക്ക് പ്രവേശിക്കും, സ്വർഗീയ ആരാധനക്കാരാക്കി മാറ്റും. പകൽ സമയം ഇന്ന് രാത്രി ഈ തിരുവചന പഠനം പഠിക്കുമ്പോൾ സമയം തീരുമ്പോൾ കർത്താവ് നമ്മളെ സ്വർഗീയ ആരാധനക്കാരാക്കി മാറ്റി. നിങ്ങൾ ഏതെങ്കിലും ദേശത്തിരുന്ന് ഒരു സ്ഥലത്തിന്റെ ആരാധനക്കാരല്ല. നമ്മളെ ദേശത്ത് വസിച്ചുകൊണ്ട് കൂടി വരുമ്പോൾ നമ്മുടെ ആരാധന അത് സ്വർഗീയ ആരാധനയാ. ഇതാണ് കർത്താവ് പറഞ്ഞത്, സത്യത്തിലും ആത്മാവിലും നമസ്കരിക്കണം എന്നുള്ളത് ദൈവത്തിന്റെ ഹിതമായിരുന്നു. നമ്മെ സ്വർഗീയ വിളിക്കോകരിക്കാരാക്കി സ്വർഗീയ ആരാധനക്കാരാക്കി മാറ്റിയ ദൈവസ്നേഹത്തിന് മുമ്പിൽ ഇന്ന് രാത്രി നമുക്ക് നമ്മളെ തന്നെ സമർപ്പിച്ചു കൊടുക്കാം. അത് യഥാർത്ഥമായ ആരാധനക്കാരായി തീരുവാൻ ദൈവം ഭാഗ്യമുണ്ടല്ലോ. ജാതീയ പശ്ചാത്തലങ്ങളുള്ള ആരാധന നടത്തിയിരുന്ന ശമരിയ സ്ത്രീയോട് അവളുടെ ഭൂതകാലവും വർത്തമാനകാലവും പറഞ്ഞു കൊടുത്ത ശേഷമായി പറഞ്ഞു, നിങ്ങൾ അറിയാൻ പോകുകയാ, യഥാർത്ഥമായ ആരാധന വെളിപ്പെടാൻ പോകുകയാ. ഒരു കഥ പറഞ്ഞു, യെരൂശലേമിൽ ആരാധന ആരംഭിക്കും. ആ ആരാധനയുടെ ശക്തി ശമരിയിലേക്ക് എത്തിച്ചേരും. അങ്ങനെയാണ് ശമരിയിലും എത്തിച്ചേരും. അവിടെ തുടർന്നുള്ള ഭാഗങ്ങൾ ദൈവം വെച്ചാൽ നാളെ ചിന്തിക്കാം. രാത്രി കണ്ണുകളടയ്ക്കാം, ദൈവത്തിൽ പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെ ബുദ്ധിയുടെ ആരാധനക്കാരാക്കി മാറ്റിയത് അന്തരംഗത്തിലെ സത്യം, അന്തർഭാഗത്തിൽ സത്യം അന്വേഷിച്ചപ്പോൾ, നാം സത്യത്തിന് വേണ്ടി ആഗ്രഹിച്ചപ്പോൾ ദൈവം തന്റെ പുത്രനായിരിക്കുന്ന ജ്ഞാനമായിരിക്കുന്ന ക്രിസ്തുവിനെ നമുക്ക് വെളിപ്പെടുത്തി തന്ന മുഖാന്തരമായി നീതീകരണം ദൈവകൃപയാൽ പ്രാപിച്ചെടുപ്പാൻ നമുക്ക് ഭാഗ്യം ലഭിച്ചു. നമ്മുടെ പ്രവൃത്തി കൊണ്ടല്ല, ക്രിസ്തു വിശ്വസിച്ച മുഖാന്തരമായി ദൈവത്തിന്റെ ജ്ഞാനത്താൽ നാം നീതിക്കപ്പെടുവാൻ തന്നു. അതൊരു മർമ്മമാണ്. ഇന്ന് അനേകർക്ക് അത് മറിഞ്ഞിരിക്കുമ്പോൾ ആരെങ്കിലും ഈ സന്ദേശം കേൾക്കുന്ന ഇതുവരെയും നീതീകരിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ ക്രിസ്തുവാണ് ജ്ഞാനമെന്ന മർമ്മം മുഖാന്തരമായി അവനാലുള്ള നീതീകരണമല്ലാതെ മറ്റൊരു മാർഗമില്ല. അവൻ നമ്മുടെ സകല പാപങ്ങൾക്കും പരിഹാരമായി തീർന്നു. രക്തമുഖാന്തരം രക്ഷയുണ്ട്. രക്ഷിക്കപ്പെട്ടവരുടെ ആരാധന സത്യാത്മാവിന്റെ ആരാധനയാണ്. ആരാധന ബുദ്ധിയുടെ ആരാധനയാണ്. അദ്ദേഹം ഈ ആത്മാവ് ശുദ്ധീകരണം പ്രാപിച്ച് ആരാധനക്കാരായി സ്വർഗീയ ആരാധനക്കാരായി കൃപാസനത്തേക്ക് അടുത്തേക്കുള്ള ആരാധനയാണ് കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം സ്ഥാപിതമായിരിക്കുന്നത്. അതിന്റെ ഭാഗമായി തീരുവാൻ ഭാഗ്യം ലഭിച്ചവർക്കായി രാത്രി സ്തോത്രം ചെയ്യുന്നു. ദൈവമായ കർത്താവ് നമ്മെ സ്വതന്ത്രമാക്കി, അതേ കർത്താവ് നമ്മെ വിടിവിച്ച ദൈവസ്നേഹത്തിന് കരങ്ങൾ ഉയർത്തി സ്തോത്രം ചെയ്ത് ഒന്നിച്ച് ദൈവത്തെ മഹത്വപ്പെടുന്ന കർത്താവെ, ഞങ്ങളെ വിടിവിച്ച ദൈവസ്നേഹത്തിനായി നന്ദി പറയാം. ദൈവമായ കർത്താവ് ദൈവം സഹായിക്കേണ്ട കർത്താവ് വെച്ചാൽ നാളെ താമസമെങ്കിൽ നാളെ വീണ്ടും ഒരുമിച്ച് കൂടാം. അതുവരെയും ദൈവം സൂക്ഷിക്കട്ടെ. സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്ന വിശുദ്ധ പ്രാപിച്ച ആരാധനക്കാരായി സ്വർഗീയ ആരാധനക്കാരായി കൃപാസനത്തിന്റെ അടുത്തേക്ക് കടന്നു ചെല്ലുന്നുകൊണ്ട് അമ്മാ പിതാവേ എന്ന് വിളിക്കാനുള്ള സുബത്തിന്റെ ആത്മാവിനെ നമ്മളിൽ പകർന്നിരിക്കുന്ന ആ വാക്തത്വം പിതാവിനോട് വാങ്ങി നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്ന് അവൻ മുഖാന്തരമായി നമ്മെ ശുദ്ധീകരിച്ച് അവനെ ആരാധിക്കുന്നവരാക്കി തീർത്ത, അവനെ നമസ്കരിക്കലാക്കി തീർത്ത, സത്യ നമസ്കാരികളാക്കി തീർത്ത ദൈവത്തിന്റെ സ്നേഹത്തിന് ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ വാക്കുകൾ വിരാമം കുറിക്കുന്നു. ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ.